നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. ഇനി ചർച്ചയ്ക്കില്ല എന്ന നിലപാടിലേക്ക് നീങ്ങുകയാണ് UDF. ഇനി താൻ മത്സരിക്കാനില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു അൻവർ. അപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു. ചിത്രം തെളിയുകയാണ്. അൻവറില്ലാത്ത നിലമ്പൂർ ഇനി ആർക്കൊപ്പം? സ്വരാജിനൊപ്പമോ ആര്യാടൻ ഷൗക്കത്തിനൊപ്പമോ? ന്യൂസ് 18 പൊതുവേദി ഈ വിഷയം ചർച്ച ചെയ്യുന്നു. പ്രേക്ഷകർക്കും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. എൻ്റെ ആദ്യ കോളർ കിള്ളിപ്പാലത്ത് നിന്ന് ശ്രീ മഹിയാണ്. മഹി, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നിലമ്പൂരിൽ എന്താണ് വ്യക്തമാകുന്ന ചിത്രം? അവിടെ ഇടതുപക്ഷം ജയിക്കും, സംശയമില്ല. നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഞങ്ങൾ എന്ന് വെച്ചാൽ CPM ജയിക്കുക. ശരി, വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം വളരെ കൃത്യവുമാണ്. നേരത്തെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തിയാണ് ആര്യടൻ ഷൗക്കത്ത് അനുഗ്രഹം തേടിയത്. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ മറക്കാൻ കഴിയാത്തതാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. തുടർന്ന് പ്രചരണ രംഗത്ത് ഇറങ്ങുന്നു. സ്വരാജും ഇന്ന് റോഡ് ഷോയോടുകൂടി അദ്ദേഹത്തിൻ്റെ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ്. മുഹമ്മദ് മഞ്ചേരി എന്നോടൊപ്പം ചേരുന്നു. ശ്രീ മുഹമ്മദ് മഞ്ചേരി, അൻവറിനെ ഒരു കറിവേപ്പിലയായി ഉപയോഗിച്ച് കളഞ്ഞു എന്ന് കരുതേണ്ടതുണ്ടോ UDF? നമസ്കാരം സാറേ. നമസ്കാരം. പിന്നെ കരിവേപ്പില എല്ലാ കറിയിലും ഇവിടെ അടിയിലിട്ട കറിക്ക് സ്വാദുണ്ടാവും പറഞ്ഞു അദ്ദേഹം. പക്ഷെ ഇപ്പൊ അദ്ദേഹം കറിയിൽ കരിവേപ്പില ഇട്ട് തന്നെ നടക്കേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ എല്ലാ നിലക്കും അയാളെ തഴഞ്ഞു, സകല നിലക്കും. ഇപ്പൊ കുറച്ചൊരാക്കം കിട്ടുന്നത് സുധാകരൻ മാത്രം. സുധാകരന് ലേശൊരാക്കുണ്ട്. എന്താവോ ഒരു തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ്. അങ്ങനെ പിന്നെ സതീശനാണെങ്കിൽ സതീശൻ ഏറിയൊക്കെ പറഞ്ഞ് ഈ അൻവറും ഏറിയൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇനി അതൊന്നും നടക്കൂല. ഇനി അവിടെ സ്വരാജ് അവിടെ നിക്കട്ടെ. സ്വരാജ് അവിടെ നിന്നിട്ട് മറ്റുള്ള എല്ലാ കബറത്തിലും ഒക്കെ പോയി നിൽക്കണേ. സ്വരാജ് ഏത് കബറിലും പോയിട്ടൊന്നുമില്ല, അവിടെ ഉണ്ട്. അപ്പൊ അയാളായി വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ കുഞ്ഞാമത് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ കുഞ്ഞാമത്, രാഷ്ട്രീയ സമവാക്യങ്ങളിൽ എന്ത് മാറ്റമുണ്ടാകും എന്നാണ് ശ്രീ കുഞ്ഞാമത് വിചാരിക്കുന്നത് നിലമ്പൂരിൽ? നമസ്കാരം. 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 എനിക്ക് പറയാനുള്ള വയനാട്ടിലെ അതേ ഗതികേടായി അൻവറിന് വരാൻ പോലെ തിരിഞ്ഞവരെ നോക്കുകയില്ല. മലമ്പൂരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വൻ ഭൂരിപക്ഷത്തിൽ സ്വരാജ് തിരഞ്ഞെടുക്കപ്പെടും. ആ കാറ്റ് ഇപ്പം ഇടത്തോട്ടാണ് വീശിക്കൊണ്ടിരിക്കുന്നത്. അതാ എനിക്ക് പറയാനുള്ളൂ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. നമുക്കൊപ്പം ദിവാകരൻ തലശ്ശേരിയിൽ നിന്ന് ചേരുന്നു. ശ്രീ ദിവാകരൻ. സാറേ, ഗുഡ് ഈവനിങ്. നമസ്കാരം സാറേ. നമസ്കാരം. സാറെന്തോ പറയുന്നുണ്ട്? ഞാൻ ചോദിച്ചത്, ഇപ്പോൾ അൻവറിൻ്റെ ഒരു ദുഃഖപ്രകടനം ഇന്ന് നമ്മൾ കണ്ടു. അദ്ദേഹം താഴാവുന്നതിൻ്റെ പരമാവധി താണു. തന്നെ കൊന്ന് കൊലവിളിച്ച് മൂക്കലിയിലിരുത്താൻ ഉള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് PV അൻവർ പറയുന്നു. അപ്പോൾ രാഷ്ട്രീയ ചിത്രം വ്യക്തമാവുകയും ചെയ്യുന്നു. അൻവർ ഇല്ലാത്ത ഈ തെരഞ്ഞെടുപ്പ് മത്സരം ആർക്ക് കൂടുതൽ ഗുണം ചെയ്യും ശ്രീ ദിവാകരൻ? സാറേ, അദ്ദേഹം അതായത് പൊടിയായ ആന പോലെ അമ്പായങ്ങ ആന പോലെ ആക്കിയിട്ട് അയാൾ, അതായത് അൻവർ ഈ പ്രോബ്ലംസ് ഉണ്ടാക്കിയത് അദ്ദേഹത്തിന്റെ അവിവേകവും ബുദ്ധിശൂന്യതയും കൊണ്ട് സംഭവിച്ച ത്രിശങ്കു സ്വർഗത്തിലായത്. അതാ കുരുതുകൊണ്ട്, സ്വന്തം കുരുതുകൊണ്ട്. മുമ്പ് കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട നേതാക്കളെയും ശ്രീ അഖിലേന്ത്യാ നേതാവായ വേണുഗോപാൽ സാറിനെയും രാഹുൽ ഗാന്ധിനെയും പറഞ്ഞ് ഭയ്യ അയാൾ മലക്കം പറഞ്ഞിട്ട് മാപ്പ് പറഞ്ഞില്ല പ്രതിപക്ഷത്തിൽ ഇരിക്കുമ്പോ. അപ്പോ ഇയാൾ ഈഗോ, അതായത് ഇയാളെ റിലേറ്റീവിലായ ചെങ്ങായിന ഈഗോ ആയിട്ട് എന്തെല്ലോ ഉണ്ടാക്കി, അത് ഞാൻ പറയാൻ പറ്റൂല, എന്തെല്ലോ ഉണ്ടാക്കി വെറുതെ. അതുമല്ല, UDFന് ഒരു കാൻഡിഡേറ്റ് ഉണ്ടാകുമ്പോൾ ശോഭനമായിട്ട് ആണ്ട്. എന്നാലല്ല ഒരു അതിഥി ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടുകാരെ വഴക്ക് പറഞ്ഞാൽ ആ വീട്ടുകാരെ അതിഥി കയറ്റുക. ആ ഒരു ഇതെന്താപ്പ ഇങ്ങനെയെല്ലാം കളിക്കുന്നു. പിന്നെ വ്യക്തമാണ്. നമുക്ക് ഇന്ന് പ്രേക്ഷകർ കൂടുതലുള്ളതുകൊണ്ടാണ്. ഏതായാലും ശ്രീ ദിവാകരൻ അങ്ങയുടെ അഭിപ്രായം വ്യക്തമാക്കി.
അപ്പോൾ ഷിജു എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരം. കുറേ ആയല്ലോ കണ്ടിട്ട് എന്നാണ് ചോദിക്കുന്നത്. കുറേ ആയില്ല, ഒരു 3-4 ദിവസം ഞാൻ സുഖമില്ലാതെയൊക്കെ കിടപ്പിലായതുകൊണ്ടും വരാൻ പറ്റിയില്ല. മഴയൊക്കെ പെട്ടെന്ന് പെയ്തപ്പോൾ ചെറിയ ജലദോഷവും പനിയൊക്കെ വന്നു, അതുകൊണ്ടാണ്. ഓക്കെ, അൻവർ പോയി, സ്വരാജ് വന്നു, ദേ പോയി, ദാ വന്നു എന്ന് പറയുന്ന പോലെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. സ്വരാജ് വാസ് ടു ബി ഇൻ ദ മെയിൻ ഇലക്ഷൻ. ഓക്കെ, CPM ഷുഡ് ഹൈലൈറ്റ് ഇൻ അപ്കമിങ് ഇലക്ഷൻസ് എന്ന് പറയുന്നുണ്ട്. തിലകനെ കാണാനില്ല, നമ്മുടെ പ്രിയപ്പെട്ട തിലകനെ കാണാനില്ല എന്ന് ഉള്ള പ്രതികരണമുണ്ട്. ഷാജി ഭാസ്കർ എന്നോട് ഹായ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ നമുക്കൊപ്പം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ആര്യടൻ ഷൗക്കത്തിന് കെട്ടിവെക്കാനുള്ള 10,000 രൂപ സംസ്കാര സാഹിതിയാണ് നൽകിയത്. സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ ആണ്, സംഘടനാ ചുമതലയുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ചേർന്ന് ഈ തുക ഷൗക്കത്തിന് കൈമാറി. അതുപോലെ സംസ്കാര സാഹിതിയുടെ മുൻ സംസ്ഥാന ചെയർമാനാണ് ഷൗക്കത്ത് എന്ന കാര്യവും വ്യക്തമാണ്. അപ്പോൾ സുരാജിന് ഇത് സ്വന്തം ജന്മനാട്ടിലുള്ള ഒരു കന്നി അംഗമാണ്. അവിടെ ഒരു ശക്തമായ പോരാട്ടം സുരാജിന് കാഴ്ചവെക്കാൻ കഴിയും എന്ന വിശ്വാസത്തിലാണ് ഇടത് പ്രവർത്തകർ. അതോടൊപ്പം സ്വരാജിനെ പ്രഖ്യാപിച്ചതോടെ CPM അണികളിലും വലിയ ആവേശമാണ്. അൻവറിനൊരു കൃത്യമായ മറുപടി കൊടുക്കാൻ കൂടി ഈ തെരഞ്ഞെടുപ്പ് പ്രയോജനപ്പെടുത്തണം എന്ന് CPMലെ വലിയൊരു വിഭാഗം വളരെ വാശിയോടുകൂടി ചിന്തിക്കുന്നു. അതേസമയം ഈ തെരഞ്ഞെടുപ്പിൽ CPMന് കനത്ത തിരിച്ചടി നേരിടും എന്ന് അൻവറും നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് ആ നിലപാടിൽ ഒക്കെ ചില മാറ്റങ്ങൾ വന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇനി അൻവറുമായി ഒരു ചർച്ചയ്ക്ക് നീങ്ങണ്ട എന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. അൻവറെ ഇനി തന്നെ അന്വേഷിക്കേണ്ട എന്ന് അൻവറും ഒരു നിലപാടായി പറയുന്നു. UDFന് ഭാഗമാകാൻ ഇല്ല എന്ന്. താൻ മത്സരരംഗത്തുണ്ടാകില്ല എന്ന് അൻവർ പറയുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് അൻവർ മത്സരിക്കണം എന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്നു എന്ന വാർത്തകൾ കൂടി ഒരു വശത്ത് പുറത്തു വരികയാണ്. യെസ്, അനിയൻകുട്ടൻ പത്തനംതിട്ടയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. അനിയൻകുട്ടൻ, നമസ്കാരം. അനിയൻകുട്ടൻ കുറച്ച് ദിവസമായി നമ്മൾ സംസാരിച്ചിട്ട്. അപ്പോൾ അനിയൻകുട്ടൻ കഴിഞ്ഞ തവണ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് പത്തനംതിട്ടയിൽ UDFന് ജയിക്കാൻ കഴിയുമെന്നാണ്. ഇപ്പോൾ അൻവർ ഇല്ല, ആ നിലപാടിൽ മാറ്റമുണ്ടോ? അൻവർ ഇല്ലെങ്കിൽ അൻവറിന്റെ വായിലെ നാക്കിന്റെ ദോഷമല്ല അൻവറിന് പറ്റിപ്പോയത്. പക്ഷെ ഒരു മുന്നണിയിൽ പ്രവേശിക്കണമെങ്കിൽ ഇതിന് ഒരു നിയമവും കാര്യവും ചട്ടക്കൂടും ഒക്കെ ഇല്ലേ? ഇത് നിങ്ങളെല്ലാം ഈ വാർത്ത ചെയ്യുന്നതല്ലേ? എന്ത് അദ്ദേഹത്തിന്റെ വായി നിറങ്ങുന്നേ? ഇതൊരു LDFനോ പിന്നെ BJP മുന്നണിയിലെ കെട്ടിത്തൂക്കിയാണ് വയറയിൽ. ഇവർ ഈ കോൺഗ്രസ്സുകാർ ഇത്രയും മനസാക്ഷിയെല്ലാം കാണിച്ച് എങ്കിലും കൂടെ നിന്നോട്ട് അനാഥമാകില്ലെന്നുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞ് ഇപ്പോൾ അവരെയൊക്കെ തോളത്തോട്ട് കയറി. അപ്പോൾ ഈ മുന്നണിയാണ് എന്ത് ചെയ്യും? മുന്നിലാണ് ഞങ്ങൾ മുടിപ്പിച്ച് മുണ്ടക്കോലാക്കും. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എങ്ങനെയും ഞങ്ങൾ പോകട്ടെ, മുടിഞ്ഞാലും ശരി മുടിയില്ലാലും ശരി ഇയാൾ അനാഥപ്രായമാകണ്ടെന്നുകൊണ്ട് എല്ലാവരും സഹകരിച്ച് ഓരോ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വെളിയിൽ നിന്നുകൊണ്ട് അവിടെ ഒരു അംഗത്വം പോലും ഇല്ലാത്ത ഈ അൻവർ എന്തൊക്കെയാ ഭാഷകളാണ് വിളിച്ച് പറയുന്നത്? ഒരു മര്യാദയില്ല. ഇത് ഒരു ജനാധിപത്യ രാജ്യം. ഈ ജനാധിപത്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിലൊക്കെ നിന്ന് ജയിച്ച ഒരു വ്യക്തിയല്ലേ ഇയാൾ? ഇയാളിങ്ങനെയൊക്കെയാണോ ഒരു മലയാള നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പറയേണ്ടത്? അഭിപ്രായം വ്യക്തമാണ്. മധു എന്നോടൊപ്പം ചേരുന്നു പാലക്കാട് നിന്ന്. ശ്രീ മധു, ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മുഖാമുഖ പോരാട്ടം വരുന്നുവെന്നാണ് നമുക്ക് ഇപ്പോൾ വ്യക്തമാകുന്നത്. BJPയോ NDAയോ അവരുടെ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചു വരട്ടെ. ഏതായാലും നിലവിൽ ആ ചിത്രം വ്യക്തമല്ല. പക്ഷേ ഇപ്പോൾ LDF വേഴ്സസ് UDF എന്ന തരത്തിൽ ഒരു പോരാട്ടത്തിനാണോ നിലമ്പൂർ കളമൊരുക്കുന്നത്? അതെ, അവിടെ UDFന്റെ ഒരു കുത്തക മണ്ഡലമാണ് നിലമ്പൂര്. പക്ഷെ LDF അത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ തന്ത്രശാലിനെ കൊണ്ടുവന്ന് LDF അവിടെ സ്വതന്ത്രരാക്കി നിർത്തി മത്സരിപ്പിച്ച് ജയിപ്പിച്ചെടുത്തത്. പക്ഷെ അതിലെന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും കൊടുത്തു, നല്ല ഭക്ഷണം എല്ലാം കൊടുത്തു. ഭക്ഷണം കഴിച്ച പാത്രത്തിൽ തന്നെ കാര്യം സാധിച്ച് ആ കൊടുത്ത ആളെ തെറിയും വിളിച്ച് പറഞ്ഞു പോയി. ഇതിന്റെ ദുരവ്യാപകമായ ഭവിഷ്യത്ത് മുന്നിൽ കണ്ടുകൊണ്ടാണ് സതീശൻ ഇങ്ങനൊരു കടുത്ത തീരുമാനം എടുത്തത്, അധികം അടുപ്പിക്കാതെ. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. എന്നോടൊപ്പം ജോസഫ് ബാംഗ്ലൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ഓക്കെ, ഞാൻ ജോസഫിലേക്ക് വരാം. അതിനു മുമ്പ് ജയകുമാർ പറയുന്നു നമസ്കാരം, എവിടെയായിരുന്നു ഒരാഴ്ച എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ ചെറിയൊരു പനിയും കാര്യങ്ങളുമായി ഒന്ന് വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ പനിയാണ്. ഞാനിപ്പോൾ അവധിയെടുക്കുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. കാരണം
സാധാരണ ഞാനിങ്ങനെ വളരെ തന്ത്രപൂർവ്വം രഹസ്യമായ അവധിയെടുത്ത് പോകുന്ന ഇപ്പോൾ പരസ്യമായി മാറിയിരിക്കുകയാണ്. ഓക്കെ, ഏതായാലും പ്രേക്ഷകരുടെ ഈ അന്വേഷണം അത് സത്യത്തിൽ വലിയ സന്തോഷം തരുന്നതാണ്. അപ്പോൾ സുനിൽകുമാർ എന്നോട് നമസ്കാരം എന്ന് പറയുന്നുണ്ട്. അരുന്ധതി നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട് കൊല്ലം പറമ്പത്ത് നിന്ന്. ഓക്കെ, യെസ് അരുന്ധതി, ഹായ് മനു എന്ന് പറയുന്നുണ്ട്. യെസ് സുനിൽകുമാർ എനിക്ക് നമസ്കാരം. ജയകുമാർ എനിക്ക് നമസ്കാരം പറയുന്നുണ്ട്. 2 ദിവസമായി കാണാനില്ലല്ലോ എന്ന്. അപ്പം എന്നെ കാണാതാകുമ്പോൾ നിങ്ങളിങ്ങനെ അന്വേഷിക്കുന്നു എന്ന് അറിയുമ്പോൾ തന്നെ കുറച്ച് ദിവസം കാണാതായാൽ എന്ത് എന്നൊരു ചിന്ത ചിലപ്പോഴൊക്കെ വരും. കാരണം നമ്മളെ ആളുകൾ അന്വേഷിക്കുമ്പോഴാണല്ലോ സത്യത്തിൽ നമ്മളില്ലാതാവുമ്പോഴാണല്ലോ ആളുകൾ നമ്മളോടുള്ള സ്നേഹം എന്തെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഓക്കെ, അപ്പോൾ ഷിജു ഉണ്ട്, ജയകുമാറുണ്ട്, സുനിൽകുമാറുണ്ട്, എല്ലാവരും പരസ്പരം അഭിവാദ്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, രാജേഷ്, നിലമ്പൂരിൽ നിന്ന് രാജേഷ് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചു. രാജേഷ് കേൾക്കാമോ? രാജേഷ് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചതാണ്. നിലമ്പൂരിൽ രാജേഷിന് ഇടത് കോട്ടയിൽ വലിയ പ്രതീക്ഷയുണ്ട് എന്ന നിലപാടാണ് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞത്. രാജേഷ് അതിന് ചില സാഹചര്യങ്ങൾ വളരെ നിരീക്ഷണം നടത്തി പറയുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ അൻവർ ഇല്ല, അതുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ? അതോ അൻവർ അവിടെ മത്സരിക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായും അൻവർ അവിടെ മത്സരിക്കാൻ സാധ്യത. കാശില്ല എന്ന് പറയുന്നതൊക്കെ ഇപ്പൊ ഒരു തന്ത്രം. അതെല്ലാം തീർച്ചയായും ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ്. അതായത് സാധാരണക്കാരായ വോട്ടർമാരെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിന് വേണ്ടിയുള്ള ഒരു കണ്ണിൽ പൊടിയിടുന്ന ഒരു തന്ത്രമാണത്. അതിന്റെ അടിസ്ഥാനത്തിൽ മിക്കവാറും അവിടെ വ്യാപാരി വ്യവസായി സ്ഥാനാർത്ഥിയെ വെക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോ അവരുമായി കൂടിച്ചേർന്നുകൊണ്ട് അൻവറിന്റെ ഒരു സ്ഥാനാർത്ഥിത്വം വരാനാണ് അവിടെ സാധ്യത. 100% അൻവർ അവിടെ മത്സരിക്കും, അതിലൊരു സംശയവും വേണ്ട. മാത്രമല്ല തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തോട് പറയുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, മത്സരിക്കണം തെരഞ്ഞെടുപ്പിൽ. അത് മത്സരിക്കും, അതെ എന്തായാലും മത്സരിക്കും, നമ്മളത് പ്രതീക്ഷിക്കുന്നുണ്ട്. അൻവറും സ്വരാജ് അതുപോലെ ആര്യടൻ ഷൗക്കത്ത് 3 പേരും ഉള്ള ഒരു മത്സരം തന്നെ ആയിരിക്കും അവിടെ വരിക. ഞാനൊരു കാര്യം രാജേഷിനോട് ചോദിക്കട്ടെ, ഈ അൻവർ വന്നാൽ അത് ആരുടെ വോട്ടുകളായിരിക്കും അൻവറിന് കൂടുതൽ പിളർക്കാൻ കഴിയുക? LDF-ന്റെ ഇത് സാധാരണമായിട്ട് ഇത് LDF മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം പാർട്ടി സ്ഥാനാർത്ഥി വന്നത് തന്നെ അതിന്റെ ഒരു പ്രധാന ഘടകമാണ്. കാരണം അവിടെ സ്വരാജിനെ പോലെ ഒരു കാൻഡിഡേറ്റ് വരുന്നതോട് കൂടിയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അവിടെ നിരീക്ഷിക്കാൻ മനസ്സിലാവും, നമ്മളടക്കമുള്ള ഇടത് അനുകൂലമായി നിൽക്കുന്ന എല്ലാ ആളുകളും ഒന്ന് സജീവമായിട്ടുണ്ട് അവിടെ. അതുകൊണ്ട് തന്നെ പാർട്ടി വോട്ടില് അൻവറിന് ചോർത്താൻ ഒരു കാരണവശാലും ഒരു വോട്ട് പോലും അൻവറിന് കിട്ടില്ല, പാർട്ടി വോട്ടുകൾ. പിന്നീട് അവിടെ ഉണ്ടാവാൻ പോകുന്നത് എന്റെ ഒരു നിരീക്ഷണത്തിൽ അവിടെ വി പ്രകാശ് പക്ഷത്തിന്റെയും അതേപോലെ BS ജോയിയുടെയും രീതിയിലുള്ള കോൺഗ്രസ് വോട്ടുകൾ അൻവറിലേക്ക് മാറും. അപ്പൊ ഏകദേശം എന്തായാലും, കാരണം ഇത്തവണ ഷൗക്കത്ത് അവിടെ വിജയിച്ച അത് കോൺഗ്രസില് പിന്നീട് മറ്റുള്ള ഷൗക്കത്തിനെതിരായുള്ള വിഭാഗത്തിന് പിന്നീട് ഒരിക്കലും നിലമ്പൂർ പ്രവർത്തന മേഖലയായിട്ട് കിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാവാൻ പോകുന്നത് കോൺഗ്രസിലെ ഒരു ഭിന്നിപ്പായിരിക്കും. അത് അൻവറിന് അനുകൂലമായി മാറും. ഒരു 15,000-നും 20,000 വോട്ടിന്റെ ഇടയിൽ അൻവർ അവിടെ പിടിക്കും. അല്ല, ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഇന്നിപ്പോ അൻവർ ചില കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. താൻ 2 സീറ്റ് ചോദിച്ചു, ഒന്ന് ലീഗും ഒന്ന് കോൺഗ്രസും വിട്ടുതരുമെന്നൊരു പ്രതീക്ഷയായിരുന്നു. ലീഗ് സ്വാഭാവികമായി പറഞ്ഞു അങ്ങയുടെ സീറ്റ് വിട്ടുകൊടുത്ത് കോൺഗ്രസിനാണ്, അപ്പോൾ അൻവറിന് സീറ്റ് കൊടുക്കേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിനാണെന്ന് ലീഗ് പറഞ്ഞു. കോൺഗ്രസിനോട് 2 സീറ്റ് ചോദിച്ചു, ബേപ്പൂറും മലമ്പുഴയൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഒരു സിറ്റിംഗ് സീറ്റ് ചോദിച്ചു, കിട്ടിയില്ല. എല്ലാം തുറന്നു പറയുകയാണ്. ഈ ചർച്ചകളുടെ എല്ലാം പിന്നാമ്പുറ കഥകളെല്ലാം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയാണ്, കിട്ടിയില്ല. അപ്പോൾ ഇനിയൊരു സിറ്റിംഗ് സീറ്റ് തനിക്ക് വേണം എന്ന് അൻവർ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലെങ്കിലും വരുന്ന രാഷ്ട്രീയ ഭാവിയിൽ ഒരു UDF ഒരു സിറ്റിംഗ് സീറ്റ് ആ പ്രദേശത്ത് അൻവറിന് കൊടുക്കാൻ സാധ്യതയുണ്ടോ രാജേഷ്? ഒരിക്കലും സാധ്യതയില്ല. കാരണം അവിടെ ഇപ്പൊ ഉണ്ടാവാൻ പോകുന്നത് അൻവർ അതൊരു വിലപേശൽ തന്ത്രമാണ്. കാരണം എന്താ വെച്ചാല് ഇപ്പൊ അൻവർ അവിടെ മത്സരിച്ചാൽ അൻവർ ഒരു 10,000-നും 20,000-നും വോട്ട് പിടിച്ചാൽ അത് ബാധിക്കുക UDF-നെ ആണെന്ന് തിരിച്ചറിവോട് കൂടിയിട്ട് അവിടെ ഷൗക്കത്ത് പരാജയപ്പെട്ടാൽ സ്വരാജാണ് വിജയിക്കുന്നത് വെച്ചാൽ അത് അൻവറിന് ഒരു അടുത്ത തവണ, അതായത് 8 മാസം കഴിഞ്ഞ് വരുന്ന ഒരു തെരഞ്ഞെടുപ്പിലേക്ക് UDF-ന്റെ വാതിൽ തുറക്കാനുള്ള ഒരു സാധ്യതയായിട്ടാണ് അൻവർ കാണുന്നത്. 2, ചോദിക്കാനുള്ള സീറ്റ് 1 ഉള്ളത് ഏറനാടാണ്. കാരണം അൻവർ നിൽക്കുന്നത് ഒതായി എന്ന സ്ഥലത്താണ്.
സ്വതായി ഏറനാട് മണ്ഡലത്തിൽ പെടുന്ന ഭാഗമാണ്. അപ്പൊ അത് ലീഗ് മത്സരിക്കുന്ന PK ബഷീർ MLA ആയിട്ടുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ്. ആ സീറ്റ് എന്തായാലും ലീഗ് വിട്ടുകൊടുക്കില്ല. അപ്പൊ അൻവറിന് ഒന്നെങ്കിൽ നിലമ്പൂരോ അല്ലെങ്കിൽ വേണ്ടത് ഈ ഏറനാട് മണ്ഡലവുമാണ്. അത് രണ്ടും എന്തായാലും ലീഗോ കോൺഗ്രസോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാത്ത സാഹചര്യത്തിൽ അൻവർ അവിടെ ഇത്തവണ സ്വതന്ത്രമായിട്ട് മത്സരിക്കുകയും ഷൗക്കത്ത് അവിടെ പരാജയപ്പെടുകയും ചെയ്താൽ അടുത്ത തവണ UDF-ലേക്കുള്ള ഒരു വഴി തുറക്കാൻ അതൊരു സാധ്യതയാണ് കാണുന്നത്. അത് വളരെ കൃത്യമായ ഒരു നിരീക്ഷണം രാജേഷ് എന്തായാലും നടത്തിയിട്ടുണ്ട്. അത് എത്രമാത്രം ശരിയാകുമെന്നുള്ളതൊക്കെ നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ വ്യക്തമാവുകയും ചെയ്യും. അതായത് രാജേഷ് ഇത് വളരെ ഗൗരവത്തോടെ പഠിച്ചതിന് ശേഷമാണ് സംസാരിക്കുന്നത് എന്നുള്ളതിൽ വലിയ സന്തോഷം തോന്നുന്നു. ജോസഫ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ജോസഫിനെ അന്വേഷിച്ചു. ജോസഫ് കുറച്ച് ദിവസം ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചില്ല. മറ്റു പലരും ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചപ്പോൾ ഞാൻ അങ്ങേ അന്വേഷിക്കുകയും ചെയ്തു. തിരക്കിൽ പെട്ടുപോയോ ശ്രീ ജോസഫ്? താങ്ക് യു വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അല്പം ഞാനൊരു റിസോർട്ടൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അതിന്റെ പണിയിലാണ്. റിസോർട്ട് എവിടെയാണ് സെറ്റ് ചെയ്തത്? എവിടെയാണ്? മാണ്ഡ്യ ഡിസ്ട്രിക്റ്റിലെ തലകൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പൊ ടൂറിസം സെക്ടറിലേക്ക് നേരത്തെ കാലെടുത്ത് വെച്ചതാണോ അതോ ആദ്യമായിട്ട് കാലെടുത്ത് വെക്കുകയാണോ? ആദ്യമായിട്ടാണ്. ഏതായാലും എല്ലാവിധ ആശംസകളും. ഗ്രോയിങ് ഇൻഡസ്ട്രിയാണ് ടൂറിസം. പ്രത്യേകിച്ച് മലയാളികൾക്ക് അവിടെ വലിയ ആധിപത്യം ഉറപ്പിക്കാൻ പലയിടങ്ങളിലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങയുടെയും ഒരു ആധിപത്യം അവിടെ ഉണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിച്ചത്, അങ്ങ് രാഷ്ട്രീയം ബാംഗ്ലൂരിൽ ഇരുന്ന് കേരള രാഷ്ട്രീയം നല്ലോണം നിരീക്ഷിക്കുന്ന ഒരാളാണെന്ന് എനിക്കറിയാം, നമ്മുടെ പ്രേക്ഷകനുമാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ അൻവർ ഇപ്പോൾ ഒരു കറിവേപ്പിലയായി മാറിയോ? അദ്ദേഹത്തെ ആളുകൾ അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി അദ്ദേഹം പ്രതീക്ഷിച്ചിടത്തൊന്നും കാര്യങ്ങൾ എത്തിയില്ല. അൻവറിന് ഇനിയുള്ള ഒരു പോംവഴി എന്താണ്? UDF-ന്റെ വഴിയിൽ ആദ്യമായിട്ട് തന്നെയാണ് ഈ കറിവേപ്പില എന്നുള്ള പ്രയോഗം പറയാം. പുള്ളിയുടെ റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാല് ഒരു MLA ആയിട്ടിരുന്നു പുള്ളി ആഫ്രിക്കയിൽ പോകുന്നു, സ്വർണ്ണഖനനം നടത്തുന്നു, അസംബ്ലിയിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല. ശ്രീ ജോസഫ് ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ് നിൽക്കണേ. ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ഒരു മിനിറ്റ് നമ്മൾ ചേരുന്നു, നമുക്കൊന്ന് നോക്കാം. ഞാൻ പറഞ്ഞു ഞങ്ങൾ തീരുമാനിച്ചിട്ട് ഞാൻ പറയാം. അത് 2-ാം തീയതിന് മുമ്പ് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ എന്തായാലും സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. 2-ാം തീയതിക്ക് മുന്നേ ആ തീരുമാനം ഉണ്ടാകുമെന്ന് പറയുന്നു. BDJS മത്സരിക്കുമെന്ന് ചിത്രം വരുന്നു. ഓക്കെ, ശ്രീ ജോസഫ് താങ്കൾക്ക് തുടരാം. ഇവിടെ കർണാടകത്തിലെ ഒരു എന്താ പറയുന്ന ഒരു ഖനനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരാളെ ചീറ്റ് ചെയ്ത ഒരു കേസ് അദ്ദേഹത്തിന്റെ പേരിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ അവിടെ ഒരു ഡാം കെട്ടിയിട്ട് കോടതിയിൽ നിന്ന് ഓർഡർ വന്നിട്ടും ആ ഡാം പൊളിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. പിന്നെ അദ്ദേഹം എക്സസ് ലാൻഡ് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നതിന്റെ റെക്കോർഡുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ പൊതുവെ എടുത്ത് നോക്കുമ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചോളം പറഞ്ഞ് ഇദ്ദേഹം ഒരു വലിയ മറ്റേ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വന്നിരിക്കുന്ന ഒരാളൊന്നുമല്ല. അദ്ദേഹത്തിന്റെ സ്വന്തം കാര്യം നോക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇപ്പൊ ഒരുപാട് കാര്യങ്ങളൊക്കെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു. പിണറായിക്കെതിരായിട്ട്, DGP-ക്കെതിരായിട്ട്, SP-ക്കെതിരായിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് അതിലൊന്നും ഒരു കാര്യവും കഴമ്പും കാണുന്നില്ല. എന്റെ ഉണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഞാൻ വെടി പൊട്ടിക്കും എന്ന് പറയാതല്ലാതെ ഒരു വെടിയും പൊട്ടിക്കാണില്ല. അപ്പം ഇതൊക്കെ പ്രബുദ്ധരായിട്ടുള്ള കേരളത്തിലെ വോട്ടർമാര് ഇതൊക്കെ നോക്കുന്നുണ്ടെന്നാണ് ഞാൻ ധരിക്കുന്നത്. അതുകൊണ്ട് പുള്ളി ഒരു കരിയാപ്പില തന്നെയാണ്, ആരും കരിയാപ്പില ആക്കിയതല്ല, അത് കരിയാപ്പിലയാണെന്നാണ് എൻ്റെ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും നമ്മുടെ മലയാളികൾ കേരളത്തിന് പുറത്താണെങ്കിലും നമ്മുടെ ആ ഒരു ബ്ലഡിലുള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷണം വളരെ വളരെ ഷാർപ്പാണ്. മലയാളികൾക്ക് കാര്യങ്ങൾ വളരെ കൃത്യമായി നിരീക്ഷിക്കാൻ കഴിയുന്നു. അത് ശ്രീ ജോസഫൊക്കെ അങ്ങനെ കാര്യങ്ങൾ നിരീക്ഷിച്ച് പറയുന്ന ഒരാൾ കൂടിയാണ്. ഓക്കെ, അപ്പോൾ നിരവധി ആളുകൾ വീണ്ടും നമുക്കിപ്പോൾ യൂട്യൂബിൽ ചേരുന്നുണ്ട്. അപ്പോൾ എന്നോട് തോമസ് KC പറയുന്ന, ആരെങ്കിലും ജയിക്കട്ടെ, അവതാരൻ സൈഡ് പിടിക്കുന്നത് പോലെ തോന്നുന്നു. അല്ല, സത്യത്തിൽ എനിക്കൊരു സൈഡ് ഇല്ല കേട്ടോ. ഞാൻ ആരുടെ സൈഡാണ് പിടിക്കേണ്ടത്? എനിക്ക് ആര് ജയിച്ചാലും സന്തോഷം തന്നെ. ആര്യടൻ ഷൗക്കത്ത് ജയിച്ചാലും സ്വരാജ് ജയിച്ചാലും സന്തോഷം തന്നെ. എനിക്കതിലൊരു ഇതില്ല. അപ്പോൾ ഞാനിപ്പോൾ ഈ അൻവറിൻ്റെ കാര്യമാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഓക്കെ, തോമസ് KC അങ്ങനെ പറയുന്നു. ഓക്കെ, ഏതായാലും ആ വിമർശനം ശരിയല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഞാനും കൂടി ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ പിന്തുണ ഇല്ലെങ്കിലും ഒരു സ്വതന്ത്രനും ക്ലച്ച് പിടിക്കില്ല എന്ന്, പാർട്ടി പിന്തുണ ഇല്ലെങ്കിൽ ഒരു സ്വതന്ത്രനും ക്ലച്ച് പിടിക്കില്ല എന്ന് സുനിൽ കുമാർ പറയുന്നു. ജസീന എന്നോട് പറയുന്നത് നോ എന്നാണ് പറയുന്നത്. ആർക്ക് അനുകൂലിക്കും എന്ന ചോദ്യത്തിൽ നോ എന്ന് പറയുന്നു. ഓക്കെ, BJP എന്ത് ചെയ്യും മല്ലയ്യ എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. രാഹുൽ നായർ എന്നെ വല്ലാതെ പുകഴ്ത്തുന്നുണ്ട്. രാഹുൽ ആർ നായർ
താങ്കളുടെ ആ പൂഴത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ മനു ഉണ്ടെങ്കിൽ പൊതുവേദിക്കൊരു സമഗ്രതയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു തംസപ്പൊക്കെ അയച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഈ അഭിനന്ദനങ്ങളും ഒപ്പം പുകഴ്ത്തലിലും ഒക്കെ വീണു പോകുന്ന മനുഷ്യരാണല്ലോ. അപ്പോൾ ഏതായാലും രാഹുൽ ആർ നായറിന് എൻ്റെ എല്ലാ സ്നേഹാഭിവാദ്യങ്ങളും നൽകുകയാണ്. കനകൻ, ശ്രീ കനകൻ റിയാദ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. റിയാദ്, ശ്രീ കനകൻ. ഹലോ. കനകൻ നമ്മുടെ പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട് കുറേ ദിവസമായെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലേ? ഹലോ, നമസ്കാരം. നമസ്കാരം. ഞാൻ പറയുന്നത് കേൾക്കാമോ? വിളിച്ചിട്ട് കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസം മുമ്പ് ഒരിക്കൽ വിളിച്ചെന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, 3 മാസമായില്ല, കൂടി വന്ന 1 മാസം. 1 മാസമേ ആയുള്ളൂ. നമുക്ക് എനിക്കത് വലിയ കുറേ ദിവസമായ പോലെയാണ് തോന്നുന്നത്. കാരണം അന്ന് എന്നോട് കുറച്ച് കാര്യങ്ങൾ തർക്കിക്കുകയൊക്കെ സംസാരിച്ചിരുന്നു. അതെയോ? ഓക്കെ. അപ്പോൾ ഈ നമ്മുടെ റിയാദിലൊക്കെയുള്ള മലയാളികൾ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ഗൗരവത്തിൽ കാണുന്നുണ്ട്? നിങ്ങളുടെയൊക്കെ വൈകുന്നേര ചർച്ചകളിലും അല്ലെങ്കിൽ വെള്ളിയാഴ്ച അവധി ദിനങ്ങളിലൊക്കെയുള്ള ചർച്ചകളിലൊക്കെ ഈ രാഷ്ട്രീയം വരുന്നുണ്ടോ? എന്താണ് അവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത്? നിലമ്പൂരിൽ നിന്ന് ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ എന്താണ്, മലയാളികൾ പൊതുവെ നിലമ്പൂറുകാർ പ്രത്യേകിച്ച് എന്താ പറയുന്നത് ശ്രീ കനകൻ? രാഷ്ട്രീയത്തോട് എല്ലാവർക്കും അനുകൂലമായ നിലപാടാണ്. പക്ഷെ ഈ അൻവറിനെ പോലെയുള്ളവരെ ഒറ്റപ്പെടുത്തണമെന്നാണ് എന്റെ പൊതുവെയുള്ള ഒരു അഭിപ്രായം. അത് ശരി. അത് ശ്രീ കനകൻ അൻവറിന് ഒട്ടും ഇഷ്ടമല്ലേ? കരിയാപ്പില എന്ന് പറയാൻ പറ്റില്ല. കാരണം കരിയാപ്പില കറിയുടെ അകത്ത് നിന്ന് ഒരു 100% ആൾക്കാർ തിന്നും. പക്ഷെ കരിയാപ്പിലന്റെ തണ്ട് എന്നോ പറയാൻ പറ്റുമോ ഈ അൻവറിനെ പറ്റി? അത് ശരി. അപ്പോ ജയിക്കുന്നത് ആരോ ജയിക്കട്ടെ, അടുത്ത വർഷം ജയിക്കട്ടെ, എല്ലാ ഐക്യമുന്നണി ജയിക്കട്ടെ, ആരോ ജയിക്കട്ടെ, പക്ഷെ ഇവരെ പോലെയുള്ള രാഷ്ട്രീയക്കാരെ ഒറ്റപ്പെടുത്തണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ. ഏതായാലും ശ്രീ കനകൻ അവിടുന്ന് വിളിച്ചു, വളരെയധികം സന്തോഷം. അവിടെയുള്ള റിയാദിലുള്ള എല്ലാ മലയാളികൾക്കും ഞാൻ നമ്മുടെ പൊതുവേദിയുടെ ആശംസകൾ അറിയിക്കുകയാണ്. ഓക്കെ. അപ്പോൾ സതി ബാബുരാജ് എന്നോട് പറയുന്നത്, നമസ്കാരം മനു, ഇൻ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് യു ഡിഡ് ഇൻ ദിസ് പ്രോഗ്രാം. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചെറിയൊരു പനിയും കാര്യങ്ങളുമായിട്ട് കിടപ്പിലായിരുന്നു. ഓക്കെ, ഇൻ ദിസ് സബ്ജക്റ്റ് പവനായി ശാവമായി എന്ന് പറയുന്നു. പാവം, അങ്ങനെ ഒരു പ്രയോഗം നമ്മുടെ ഒരു മോഹൻലാൽ സിനിമയിലുള്ളതാണ്. അപ്പോൾ അൻവർ വലിയ തോതിൽ അനുദിനം മാധ്യമങ്ങളെ കാണുകയും വലിയ വാചോടപങ്ങൾ നടത്തുകയും ചെയ്തു, പക്ഷേ രക്ഷയില്ല എന്നാണിപ്പോൾ കരുതുന്നത്. ഏതായാലും സതി ബാബുരാജ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട നമ്മുടെ പൊതുവേദിയുടെ ഒരു പ്രേക്ഷകയാണ്. കാരണം അവർ എപ്പോഴും എനിക്ക് എപ്പോഴും ആശംസകൾ അർപ്പിക്കുന്നതിലൊക്കെ വളരെയധികം മുൻപന്തിയിൽ നിൽക്കുന്നു. ആ സ്നേഹം വളരെ കൃത്യമാണ്. മാത്രമല്ല അവർ കുടുംബമായിരുന്നാണ് പൊതുവേദി കാണുന്നത് എന്നത് എപ്പോഴും എന്നോട് പറയാറുണ്ട്. അപ്പോൾ അവരുടെ ഭർത്താവിനും എൻ്റെ ആശംസകൾ ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ ബാംഗ്ലൂരിൽ പോകുമ്പോൾ ശ്രീ ജോസഫിൻ്റെ റിസോർട്ടിലേക്ക് പോകണമെന്ന് ചില പൊതുവേദിയിൽ നമ്മുടെ ജയകുമാറിനെ പോലുള്ള പ്രേക്ഷകർക്ക് ഒരു ആഗ്രഹമുണ്ട്. അവരത് മറച്ചു വയ്ക്കുന്നില്ല, തുറന്നു പറയുന്നു. അപ്പോൾ നമ്മൾ ജോസഫിൻ്റെ റിസോർട്ടിൽ ചെന്നാൽ പൊതുവേദി പ്രേക്ഷകർക്ക് ശ്രീ ജോസഫ് ഒരു പ്രത്യേക കൺസെഷൻ കൊടുക്കണം, നല്ല ഹോസ്പിറ്റാലിറ്റി. സ്വാഭാവികമായി നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു പെരുമാറ്റം നമ്മൾ പൊതുവേദിയിൽ കാണുന്നതാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും തുറന്ന കൈകളോടുകൂടി തുറന്ന ഹൃദയത്തോടു കൂടിയായിരിക്കും നമ്മുടെ പൊതുവേദി പ്രേക്ഷകരെ അദ്ദേഹം സ്വാഗതം ചെയ്യുക എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷേ ചെറുതല്ല, ഒരു നല്ല കൺസെഷൻ നമ്മുടെ പൊതുവേദി പ്രേക്ഷകർ കൂടി കൊടുക്കണം എന്ന് ഞാൻ അദ്ദേഹത്തോട് അപേക്ഷിക്കുകയാണ്. നോക്കാം നമുക്ക് അത് കിട്ടുമോ. അപ്പോൾ അൻഷു എന്നോട് പറയുന്നു സ്വരാജ് ജയിക്കും എന്ന് പറയുന്നു. അൻവർ ആൻഡ് SUCI മിനി ആർ ദ സെയിം എന്ന് പറയുന്നു ഷിജു. ഓക്കെ, മനു എന്നൊരു പ്രേക്ഷകൻ, എൻ്റെ അതേ പേരുള്ള ഒരു പ്രേക്ഷകൻ, അൻവർ മത്സരിച്ചിരുന്നെങ്കിൽ ഇത് അൻവറിൻ്റെ അവസാനത്തെ മത്സരമായെന്നെ എന്ന് പറയുന്നു. അൻവർ എപ്പോൾ തേങ്ങ ഉടയ്ക്കുമെന്നാണ് അൻഷു ചോദിക്കുന്നത്. അതൊരു സിനിമയിൽ തേങ്ങ ഉടക്കിയ സ്വാമി എന്ന് പറയുന്നു പോലെ. ഏതായാലും ഇനിയുണ്ടല്ലോ, 2-ാം തീയതിയോടുകൂടി ഈ ചിത്രം നമുക്ക് കൃത്യമാകും. അപ്പോൾ ഇനി അത് അധിക ദൂരം ഇല്ല. അപ്പോൾ നമ്മുടെ ശിവദാസനാണ് എന്നോടൊപ്പം ചേരുന്നത് ബാലരാമപുരത്ത്. ശ്രീ ശിവദാസൻ. ഹലോ സാർ, നമസ്കാരം. സാർ നമസ്കാരം. സാറേ, എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല് അൻവർ ഒരു MLA ആയിരുന്നു, ജനങ്ങളുടെ ഒരു ബന്ധമുള്ള ആളായിരുന്നു, എന്ന് പറയുന്നില്ല. അത് അവസാനം അദ്ദേഹം CPM ഒന്ന് കോൺഗ്രസിലേക്ക് വരാൻ വേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സുഖം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് മാറ്റി നിർത്തിയത്. കാരണം അവിടെ ജയിക്കുവാൻ വേണ്ടി ഇപ്പൊ അൻവറിന്റെ ആവശ്യമില്ല. കാരണം ഇന്നത്തെ ഒരു പ്രശ്നം, അവിടുത്തെ സ്ഥാനാർത്ഥി LDP സ്ഥാനാർത്ഥി ഇന്നൊരു ഭയങ്കരമായ ഒരു പ്രഖ്യാപനം പറഞ്ഞു. പിണറായി എല്ലാം ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഫാസിസ്റ്റ് പാർട്ടിയാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, പിണറായിയുടെ ഇത് വെച്ച് തന്നെയാണ് കേരളം രണ്ടാമതും ഗവൺമെന്റ് അധികാരത്തിൽ വരാൻ കാരണം പിണറായിയുടെ കഴിവ് തന്നെയാണ്. അല്ലാതെ ഇന്ത്യയിൽ ഒരിടവും CPM-നൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇത് കാണുന്നില്ല. അതോടുകൂടി അത് പോയി. പക്ഷേ മനസ്സിലാക്കേണ്ട സാറേ, ഈ അൻവർ മത്സരിച്ച് മാറുന്നത് അദ്ദേഹം നല്ലൊരു കാര്യമാണ്. നല്ലൊരു കാര്യം. അത് സാമ്പത്തികമായിട്ട് പോയെന്ന് പറയുന്നു, കുറെയൊക്കെ പറയുന്നു. കാരണം ഈ CPM-ന്റെ പേര് നശിപ്പിച്ചേ വിടൂ, അങ്ങനെയാണ്. നന്നായി എന്നാണ് താങ്കളുടെ അഭിപ്രായം. എന്റെ അഭിപ്രായം. പക്ഷേ ഒരു കാര്യം പറയേണ്ട കാര്യം, നമുക്ക്
UDF സ്ഥാനാർത്ഥി, അതായത് UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ ജനങ്ങൾ അവിടെ ഉണ്ട്. കാരണം കഴിഞ്ഞതിന്റെ അങ്ങ് പൊതുവെ സാറിന് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ജനങ്ങൾ, അവിടെ ജനാധിപത്യ അവകാശം ബുദ്ധിയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ഈ രണ്ട് പാർട്ടിയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മനസ്സിലാക്കി വോട്ട് ചെയ്യണമെന്ന് ഞാൻ 4 പൊതുവെക്ക് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോഴും ആവർത്തിക്കുന്നു. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഷിജുലാൽ കണ്ണൂരിൽ നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. ഷിജുലാൽ, ഈ കണ്ണൂരുകാർക്ക് എപ്പോഴും തെരഞ്ഞെടുപ്പ് ഒരു വലിയ, എല്ലാവർക്കും തെരഞ്ഞെടുപ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെ, പക്ഷെ കണ്ണൂരുകാർക്ക് അതിന്റെ വീറും വാശിയും കുറച്ചും കൂടി കൂടുതലാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. ഭയങ്കര സ്പിരിറ്റാ നമ്മള് കണ്ണൂരുകാർക്ക്, ഇങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര സ്പിരിറ്റാ. നമ്മള് മനുസാർ ഒരു ഭാഗം കൂടി പറയുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട്. കിരണാണെങ്കിൽ മനുസാറ് അവര് UDFന്റെ ഭാഗമായിട്ട് പറയുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ UDFന്റെ ഭാഗമാണെന്നാണ് അങ്ങനെ തോന്നുന്നുണ്ട് നമുക്ക്. കിരണാണെങ്കിൽ LDFന്റെ ഭാഗമായിട്ട് പറയുന്ന തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചു, ഷിജിലാൽ ആരുടെ ഭാഗത്താ? തെറ്റാണ്, സോറി. അല്ല, എല്ലാരും റാണിയൊക്കെ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. അല്ല, ഷിജിലാൽ ആരുടെ ഭാഗത്താ? അല്ല, നമ്മളങ്ങല്ല, നിഷ്പക്ഷമാണ്. നമ്മൾ നിഷ്പക്ഷമായ വോട്ടറാ. കണ്ണൂരായോണ്ട് LDF ആണെങ്കിൽ മുദ്ര കുത്തണ്ട. ഇല്ല, ഞാൻ അങ്ങനെ മുദ്ര കുത്തില്ല. കണ്ണൂരിൽ കെ സുധാകരനാണ് MP. അവിടെ ഇരിക്കൂറും അതെ അതെ ശരിയാ. അത് ഞാൻ ഈ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞാൽ അത് ശരി. അപ്പൊ ഷിജിലാൽ കണ്ണൂരിലെ ഏതാ സ്ഥലം, എവിടെയാ? നമ്മള് കണ്ണൂരിൽ മാതമംഗലം, പാണപ്പുഴ, പറവൂര് എന്ന് പറയും. കൈതപ്രായല്ലേ? പിന്നെ മാതമംഗലം എനിക്ക് അറിയാവുന്നതാണ്. കണ്ണൂരിൽ നിന്ന് നമ്മുടെ കാസർഗോഡ് പോകുമ്പോ അറ്റത്തേക്ക് വരും അല്ലേ? അതെ, അവിടെ എനിക്ക് ധാരാളം സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഈ കൈതപ്രം ഇല്ല, കൈതപ്രം അറിയാം. അതൊക്കെ നമ്മുടെ പഞ്ചായത്ത് പെടുന്ന കാരണപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത്. ഓക്കെ. അവിടെ പക്ഷെ കോൺഗ്രസിന് സ്വാധീനം ഉണ്ടോ? കോൺഗ്രസിന് വളരെ സ്വാധീനം കുറവില്ല ഒരു പഞ്ചായത്ത് കടന്നപ്പള്ളി പാണപ്പുഴ എന്ന് പറഞ്ഞാൽ. പരിഹാരമൊക്കെ നമ്മളെ പഞ്ചായത്തിൽ പെടുന്ന ഒരു സ്ഥലമാണ്. നമ്മള് എന്നാ ഇത് അഭിപ്രായം എന്താ പറയേണ്ടതെന്ന് വെച്ചാല് ഓക്കെ. അപ്പൊ എന്തായാലും താങ്കളുടെ വിമർശനം ഞാൻ ശ്രദ്ധിക്കുക. എനിക്ക് സത്യത്തിൽ ഷിജിലാൽ, എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയോട് ഒരു മമതയും ഇല്ല. പൊതുവേദിയിൽ പ്രത്യേകിച്ച് ഞങ്ങൾ രണ്ടുപേരും അത് ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. അല്ലല്ല, കുഴപ്പമില്ല. അല്ല, അങ്ങക്ക് അങ്ങനെ തോന്നിയെങ്കിൽ ഞാനും കൂടി ശ്രദ്ധിക്കാം. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതെന്നൊക്കെ ആയിരിക്കും അങ്ങനെ മനസ്സിലാക്കുന്നത്. ഏതായാലും ആ അഭിപ്രായം തുറന്നു പറയുന്നതിന് ഞാൻ അംഗീകരിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ലത്തീഫ് എന്നോടൊപ്പം ചേർന്നിരുന്നു. അപ്പോൾ ലത്തീഫ് പറയുന്നത് ആര്യടൻ ഷൗക്കത്ത് തീർച്ചയായും ജയിക്കുന്നതാണ്. ദിവാകരൻ പറയുന്നത് വി മസ്റ്റ് കൺഗ്രാറ്റുലേറ്റ് ദി UDF ആൻഡ് LDF ഫോർ കണ്ടസ്റ്റിംഗ് ആൻഡ് ദി ബൈ ഇലക്ഷൻസ് വിത്ത് സെയിം പൊളിറ്റിക്കൽ എത്തിക്സ് എന്ന് പറയുന്നു. അൻവർ ഇസ് നോട്ട് PC ജോർജ് എന്ന് ഒരാൾ പറയുന്നു. മരക്കാർ പറയുന്ന 99% UDF. ഓക്കെ, കാറ്റ് കിറ്റ് സിംഗപ്പൂരിലിരുന്ന് കാണുന്നു. അപ്പോൾ ലോകമെമ്പാടുമുള്ള മലയാളികൾ വലിയ ആവേശത്തിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കാറ്റ് കിറ്റ് സിംഗപ്പൂരിലിരുന്ന് ഹായ് മനു എന്നൊക്കെ പറയുന്നുണ്ട്. സിംഗപ്പൂരിലെ മലയാളികൾക്കും കാറ്റ് കിറ്റിനും എൻ്റെ അഭിവാദ്യങ്ങൾ. സെബാസ്റ്റ്യൻ ചർമേൽ പറയുന്നുണ്ട് അളമുട്ടിയ അൻവർ മരത്തിലെന്നോ. ഞാൻ അളമുട്ടിയാൽ ചേരയും കടിക്കുന്നതാണ്. അപ്പോൾ അളമുട്ടിയ അൻവർ മരത്തിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണെന്ന് എനിക്കറിയില്ല. ഓക്കെ, പാണക്കാട് ചെന്നപ്പോൾ അൻവറിന് ഒരു സുലൈമാനി കിട്ടിയെന്നല്ലാതെ ഒരു പ്രയോജനം ഉണ്ടായില്ല എന്നാണ് KKD മനു പറയുന്നത്. ഒരു സുലൈമാനി നല്ലതാണ്, പക്ഷേ മറ്റു കാര്യങ്ങൾ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ, ലീഗിന് സീറ്റ് കൊടുക്കേണ്ട കാര്യമില്ല, കാരണം ലീഗിനല്ല അദ്ദേഹം സീറ്റ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഓക്കെ, യെസ്, അതാണ് ഇപ്പം പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ. എന്നോടൊപ്പം ചേരുന്നത് ശ്രീ തങ്കച്ചൻ. നമസ്കാരം സാറേ. തങ്കച്ചൻ കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ 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 സാറേ, എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, സ്വരാജ് ആദ്യം പ്രഖ്യാപിച്ചപ്പോഴേ, സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോഴേ പറഞ്ഞു ഈ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് വോട്ട് ചോദിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതല്ലേ ഒരു MLAക്ക് അതല്ലേ പറയാം, അല്ല ഒരു ഭരണത്തിലിരിക്കുന്ന സർക്കാരിന്റെ പ്രതിനിധിക്ക് അതല്ലേ പറയാൻ പറ്റുള്ളൂ. ഈ സർക്കാർ നേട്ടമാണ്. അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കുറെ നേട്ടങ്ങൾ എനിക്ക് പറയാനുണ്ട്. എന്താ വെച്ചാല്, നമ്മുടെ വിജയരാഘവൻ പ്രസംഗിക്കുന്ന 60,000 വോട്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് UDFന് കിട്ടിയപ്പോൾ പറഞ്ഞ് അവർ തീവ്രവാദികൾ വോട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞു. അതൊരു നേട്ടമായിട്ടാണ് കരുതുന്നത് എനിക്ക് തോന്നുന്നു. ഈ LDF സ്ഥാനാർത്ഥി അത് തന്നെ. നവീൻ ബാബുവിന്റെ മരണം ഒരു നേട്ടമായിട്ടാണ് കാണുന്നത്. സിദ്ധാർത്ഥന്റെ മരണം ഒരു നേട്ടമായിട്ടാണ് കാണുന്നത്. ഈ കേരളത്തിലെ സഹകരണ ബാങ്കിൽ മുഴുവൻ നേട്ടമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഓരോ നേട്ടങ്ങളും എണ്ണി പറഞ്ഞു. അത് മുഖ്യമന്ത്രിയുടെ 1ാം നിലയ്ക്കുള്ള ലിഫ്റ്റ്, പശുക്കൂടിനുള്ള തൊഴുത്തിനുള്ള 1 ലക്ഷം അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, ഇത്തരം പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും
സ്വരാജ് അത് പ്രത്യേകം എടുത്തു പറയണേ. പിന്നെ മലപ്പുറത്ത് തന്നെയാണല്ലോ നമ്മുടെ പിന്നെ ഹൈവേയുടെ തകർച്ച. ഈ നേട്ടങ്ങളിലെല്ലാം പറഞ്ഞാൽ തീർച്ചയായിട്ടും LDF സ്ഥാനാർത്ഥി ജയിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അങ്ങക്ക് സർക്കാരിനോടൊരു മമതയില്ല. ഓക്കെ, സമ്മതിച്ചു. ശരി. അപ്പോൾ ഞാൻ അടുത്ത് നമ്മുടെ പാലക്കാട് നിന്ന് ഉമ്മർ വിളിക്കുന്നുണ്ട്. ഉമ്മറിനോട് ഞാൻ ഒരു തവണ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉമ്മർ പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? പാലക്കാടല്ല, വഴിക്കടവാണ്. പാറക്കലാണ്. ഓക്കെ ഓക്കെ ഓക്കെ. വഴിക്കടവ് എന്നുവെച്ചാൽ മലപ്പുറം ജില്ലയിൽ അല്ലേ? യെസ്, മലപ്പുറം ജില്ല, നിലമ്പൂർ. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ കുറേ കൂടി നന്നായി അറിയും. അപ്പോൾ അങ്ങക്ക് ഇത് കുറേ കൂടി ഒരു വ്യക്തമായ ചിത്രം നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാൻ കഴിയും. നമ്മുടെ റിപ്പോർട്ടർമാർ കൊടുക്കുന്നതൊക്കെ ഒരു പക്ഷേ അവർ അവിടെ ചെന്ന് കണ്ട് മനസ്സിലാക്കുന്നതാണ്. പക്ഷേ അവിടുത്തുകാരായ ആളുകൾക്ക് കുറേ കൂടി ആഴത്തിൽ ഈ കാര്യം മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ്. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പോക്ക് ഏത് ദിശയിലേക്കാണെന്നാണ് ശ്രീ ഉമ്മർ ധരിക്കുന്നത്? ഇവിടെ 100% ഇപ്രാവശ്യം UDF സ്ഥാനാർത്ഥി ജയിക്കും. അതെന്താ അത്ര വലിയൊരു ആത്മവിശ്വാസം? കാരണം ആത്മവിശ്വാസമല്ല, അതിന്റെ കാരണം കൂടെ പറഞ്ഞുതരാം. ഇവിടെ സ്വരാജ് ഈ നാട്ടുകാരനായിരുന്നു. ഈ സ്വരാജിനെ ഈ നിലമ്പൂരിൽ നിർത്താതെ തൃപ്പൂണിത്തറ കൊണ്ട് നിർത്തി. അതേപോലെ അൻവർ എന്ന് പറഞ്ഞ പേയ്മെന്റ് സീറ്റ് ആയിരുന്നു ഇവിടെ. ഇത് പേയ്മെന്റ് സീറ്റ് CPM-നെ വിലക്കെടുത്തിട്ടാണ് അൻവർ ഇവിടെ സ്ഥാനാർത്ഥിയായത്. CPM-ന് വില കൊടുത്തിട്ട് അൻവർ ഇവിടെ സ്ഥാനാർത്ഥിയായി. അൻവർ ജയിച്ചു. അൻവറിന്റെ കൊള്ളദായ്മക്ക് അവസാനം 2ാം പിണറായി മന്ത്രിസഭ കൂട്ടു നിന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. അതല്ലാതെ എന്ത് കാരണം കൊണ്ടാണ് അൻവർ പുറത്തു വരാനുള്ള കാരണം? അൻവറിന്റെ കൊള്ളദായ്മക്ക് പിണറായി വിജയന്റെ കൂട്ടുണ്ടായില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. വെറുതെ കുറെ പോലീസുകാരി അവരിവരെയൊക്കെ കുറ്റം പറഞ്ഞ് അതർ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇയാൾ രാജിവെച്ച് പുറത്തു വന്ന് ഈ അവസാന നിമിഷം എന്ന് പറഞ്ഞാൽ ഒരു വികസനം ഇവിടെ നടത്തിയിട്ടില്ല. ഒരു മിനിമം ഒരു ബൈപ്പാസ് ഉണ്ട്. 2-3 പ്രാവശ്യം അവന് ഫണ്ടിട്ടു നമ്മൾ ബഡ്ജറ്റിലും പേപ്പറിലും കണ്ടു എന്നുള്ളതല്ലാതെ ഒരു രൂപ പോലും നിലമ്പൂരിന്റെ ബൈപ്പാസിന് അദ്ദേഹം ചെലവാക്കിയിട്ടില്ല. നിലമ്പൂരിൽ CNG റോഡ് എന്ന് പറഞ്ഞ റോഡ് സാറിന് അറിയാലോ, ഊട്ടിക്കാലി നിലമ്പൂർ കോഴിക്കോട് ഊട്ടി റോഡ്, ഗുഡല്ലൂർ റോഡ്. ആ റോഡിന് ആര്യാട് മുഹമ്മദ് നിൽക്കുന്ന സമയത്ത് 399 കോടി രൂപ പിന്നെ പരപ്പനങ്ങാടി ഗൂഡല്ലൂർ റോഡിന് പിന്നെ ഫണ്ടിട്ടിട്ട് നാടുകാണി ബോർഡർ മുതൽ പരപ്പനങ്ങാടി വരെ ആ ഫണ്ട് വെട്ടിക്കുറച്ച് ULCC-ക്ക് ആയിരുന്നു കരാറ്. ഇവിടെ റോഡ് മാന്തിട്ട് അങ്ങോട്ട് പോയി എന്നല്ലാതെ ഒരു വികസന പ്രവർത്തനം നടത്താൻ അൻവറിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. പിന്നെ അൻവറിനെ UDF-ൽ എടുക്കണം എന്ന് പറഞ്ഞ് അൻവർ UDF പറഞ്ഞിട്ടല്ലല്ലോ രാജിവെച്ച് പോകുന്നത്. അൻവർ ആരാ? അൻവർ UDF-ന്റെ അനുമതിയോട് കൂടിയിട്ടല്ല പിന്നെ കോൺഗ്രസിലേക്ക് വന്നിട്ടില്ല, UDF-ലേക്ക് വരാന്ന് പറഞ്ഞിട്ടില്ല, UDF സീറ്റ് കൊടുക്കാന്നുള്ള. പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു വശമുണ്ട്. നമ്മുടെ റെയിൽവേ മന്ത്രിയായിരുന്ന മമതാ ബാനർജി എന്തിനാണ് നമ്മുടെ പാർട്ടി വിട്ടുപോയത്? ആ പാർട്ടിയും നമ്മൾ മുന്നണിയിൽ എടുക്കണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? അദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ പാർട്ടിയിലേക്ക് വരായിരുന്നു. അദ്ദേഹത്തിന്റെ ഫാമിലിയും അദ്ദേഹത്തിന്റെ ഫാദർ അടക്കം കോൺഗ്രസ്സുകാരായിരുന്നു. ആ നിലക്ക് കോൺഗ്രസിലേക്ക് തിരിച്ചു വരാനൊരു ശ്രമം നടത്താമായിരുന്നു. അതൊന്നും നടത്താതെ ഒരു പാർട്ടി ഒരു വ്യക്തി വിലക്കിട്ട് എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. അതാണ് ഇവിടെ നടന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ വില പോവുകയോ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾക്ക് വില പറയാനോ സതീശൻ എന്നല്ല ഇവിടുത്തെ സാധാരണക്കാരൻ എന്നെ പോലുള്ള ഒരു പ്രവർത്തകൻ പോലും അതിന് പിന്നെ ബില്ലിംഗ് അല്ല എന്നുള്ളതാണ്. ശ്രീ ഉമ്മർ കോൺഗ്രസ് പ്രവർത്തകനാണോ? ആണ്. അതെ, ഞാൻ കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്. ഞാൻ അപ്പൊ നിങ്ങളുടെ ഒരു തികഞ്ഞ ആത്മവിശ്വാസമാണോ? എന്താണ് ധരിക്കുന്നത്? അൻവർ ഇല്ലാതെ നമ്മളെ അൻവറിനെ പിന്നെ നമ്മളെ പോലെ പ്രവർത്തകരെടുത്തുന്ന ഞങ്ങളെ ഈ പഞ്ചായത്തുകളിൽ നിന്ന് ഇവിടെ ഒരു ചുങ്കട്ട പഞ്ചായത്തിൽ മാത്രം അല്പം 10 പേര് അൻവറിന്റെ കൂടെ ഉണ്ട് എന്നുള്ളതല്ലാതെ അൻവർ ഇവിടെ അങ്ങനെ ഒരു പിന്നെ അടിത്തറല്ല ആളെന്നല്ല. CPM എന്ന പാർട്ടിയുടെ അടിത്തറയിലാണ് അൻവർ ഇവിടെ വന്നത്. അതല്ലാതെ ഒരു വ്യക്തിപരമായിട്ട് അടിത്തറ ഉണ്ടാക്കിക്കൊണ്ട് ഒരു വ്യക്തിത്വം അങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിവില്ല ആളൊന്നുമല്ല അൻവർ. ഒരു പാർട്ടിയുടെ ലേബലിൽ ഇവിടെ നിന്ന് സ്വതന്ത്രമായി ജയിച്ചു എന്നുള്ളതല്ലാതെ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് ഒരു ശ്രീ ഉമ്മർ കരുതുന്നത് ആ മണ്ഡലം UDF-ന് അനുകൂലമായ ഒരു സാഹചര്യമുള്ള മണ്ഡലമാണ്. അത് ആ നിലയ്ക്ക് തന്നെ വോട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇടയിലൊന്ന് പിണറായി വിജയനെ പുകഴ്ത്തുന്നത് കണ്ടല്ലോ, അതെന്ത് പറ്റി? UDF-കാർ പിണറായി വിജയനെ പുകഴ്ത്തുന്നത്? പിണറായി വിജയനെ പുകഴ്ത്തല്ല. പിണറായി വിജയന്റെ പിണറായി വിജയൻ എന്തിനാണ്? പിണറായി വിജയന്റെ കൊള്ളരുതായ്മയാണല്ലോ ഇയാൾ ചോദിച്ചത്. ഇയാളെ കൊള്ളരുതായ്മയൊക്കെ പിണറായി കൂട്ടം നിന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി 2 കൂട്ടരും കൊള്ളക്കാരാണ്. വലിയ കൊള്ളക്കാരനും ചെറിയ കൊള്ളക്കാരനും തമ്മിൽ ഏറ്റുമുട്ടലാണ് ഉണ്ടായത്. കൊള്ളക്കാർ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. അതുകൊണ്ടാണല്ലോ ഇയാളെ പുറത്താക്കിയത്. ഇയാൾക്ക് അതല്ലാതെ ഇവിടെ എന്താ പ്രശ്നം? 9 വർഷമായിട്ട് ഇവിടെ MLA അല്ലേ? ശരി, അപ്പൊ വ്യക്തമാണ് ഏതായാലും താങ്കളുടെ അഭിപ്രായം. അപ്പൊ ശ്രീ ഉമ്മറൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായി ഉണ്ടോ? പിന്നെ ഞാൻ ഇവിടുത്തെ വാർഡിന്റെ ഫുൾ ചാർജുള്ള ആളാണ്. ഷൗക്കത്തിന്റെ കൂടെ എല്ലാ കാര്യത്തിനും ഉണ്ട്. ഷൗക്കത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഓക്കെ, അപ്പൊ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കൂടെ ഉണ്ട്. അപ്പൊ വളരെ സന്തോഷം. നമ്മുടെ പൊതുവേദിയുടെ പല പ്രേക്ഷകരും
പല തട്ടിൽ ഇപ്പോൾ രാജേഷ് അവിടെ ഇരുന്ന് എനിക്ക് തോന്നുന്നത് ഇത് വളരെ കൃത്യമായി നിരീക്ഷിക്കുന്നു. ശ്രീ ഉമ്മറും ഇത് വളരെ ശക്തമായി നിരീക്ഷിക്കുന്നു. പ്രചരണ രംഗത്തുണ്ട്. അപ്പോൾ നമുക്ക് രാഷ്ട്രീയമൊന്നുമില്ല, എല്ലാ പ്രചരണ രംഗത്തുള്ള ആളുകൾ അവരുടെ അഭിപ്രായം പറയുമ്പോൾ കുറേ കൂടെ ചിത്രത്തിലൊരു കൃത്യത കിട്ടും എന്നതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പോൾ അൻവറിന് മത്സരിക്കാൻ പണമില്ല എന്ന് സുനിൽകുമാർ പറഞ്ഞു. അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് സുനിൽകുമാർ പറയുന്നത്. ഓക്കെ, ജയകുമാർ പറയുന്നു ആര് മത്സരിച്ചാലും ആര്യടൻ 20,000 വോട്ടിന് ജയിക്കുമെന്ന് പറയുന്നു. കിറ്റ്കാറ്റ് എനിക്ക് നന്ദി പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു കിറ്റ്കാറ്റ്. നിതിൻ അനിൽകുമാർ ആര്യടൻ ജയിക്കുമെന്നാണ് പറയുന്നത്. രഘുനന്ദനൻ നമ്മുടെ തിരുമുല്ലവാരത്തുള്ള വികസനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ കൂടെ ജനങ്ങളുണ്ടാകും എന്നാണ് നമ്മുടെ തിരുമുല്ലവാരത്ത് രഘുനന്ദനൻ പറയുന്നത്. ഷാജി ഭാസ്കറിന് തങ്കച്ചൻ്റെ പ്രതികരണം ഇഷ്ടപ്പെട്ടിട്ടില്ല. ഓക്കെ, അനുഷു നിലമ്പൂരിൽ സ്വരാജ് നിലമ്പൂരിൽ മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഇടതു ഭരണത്തോടുകൂടെ അനുകൂല നിലപാടല്ല. സ്വരാജ് നിയമസഭയിൽ സാന്നിധ്യമുണ്ടാകേണ്ട ഒരാളാണ്, അറിവുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് എന്ന് അൻഷു പറയുന്നു. ഓക്കെ, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട് എന്തിനാണ് ഉമ്മറെ മത്സരിച്ചത് എന്ന് ചോദിക്കുന്നു. ഓക്കെ, ഉമ്മർ മലപ്പുറം എല്ലാ കാര്യങ്ങളും ഭംഗിയായി അവതരിപ്പിച്ചു എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അതാ ഓക്കെ. ഇനി എന്നോടൊപ്പം ചേരുന്നത് നമ്മുടെ മധു ആണ്. ശ്രീ മധു കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത് അല്ലേ? ശ്രീ മധു കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. ഞാൻ ഈ നിലമ്പൂരുകാർ വരുമ്പോൾ നമ്മൾ അവർക്ക് കുറച്ച് സമയം കൊടുക്കുമല്ലോ. എന്താണെന്ന് വെച്ചാൽ അവർക്ക് കുറെ കൂടെ വ്യക്തമായ ചിത്രം പറയാൻ കഴിയും എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കും അത് കാര്യങ്ങൾ മനസ്സിലാവും. അവിടെ പല റിപ്പോർട്ടർമാരും അവിടെ ചെന്ന് ആളുകളുടെ പ്രതികരണമൊക്കെ എടുക്കുന്നു. അതിനപ്പുറത്തേക്ക് അവിടുത്തെ ആളുകളുടെ ഒരു സ്വസിദ്ധമായ പ്രതികരണം കേൾക്കുമ്പോൾ നമുക്ക് കാര്യത്തിൻ്റെ ഒരു എങ്ങനെ ഗതി എങ്ങോട്ട് നീങ്ങുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ശ്രീ മധു, അങ്ങ് കോഴിക്കോടുകാരനാണ്. കോഴിക്കോടുകാർക്കും നിലമ്പൂർ അത്ര ദൂരെയല്ല. എന്നാലും അപ്പോൾ സ്വാഭാവികമായി എന്തൊക്കെയാണ് നിലമ്പൂരിൽ മാറി മറിയുക എന്ന് ശ്രീ മധു കരുതുന്നത്? സാറേ, ഞാൻ പറഞ്ഞു, ഞാൻ കുറച്ച് 10-11 കൊല്ലം മലപ്പുറത്തുണ്ടായിരുന്നു വേറോരോ കാര്യങ്ങളായിട്ട്. അപ്പൊ അതവിടെ ഇരിക്കട്ടെ സാർ. ഈ കഴിഞ്ഞ തവണ സാറില്ലായിരുന്നു. അന്നപ്പോ ഞാൻ മറ്റേ അൻവറിന്റെ ഒരു ഇല്ലായിരുന്നു, കറിവേപ്പിലാണോ എന്നുള്ള ചോദിച്ചേ. അല്ല, കറിവേപ്പിലല്ല, എന്താ അതിന്റെ മുന്നേ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ 2-3 എപ്പിസോഡ് മുന്നേ. അന്ന് എനിക്ക് ട്രൈ ചെയ്തിട്ട് കിട്ടാഞ്ഞിട്ടാണ്. പിന്നെ എന്താണ് ആത്മഹത്യ പരമാവെന്ന് ചോദിച്ചിട്ട് അൻവറിന്റെ കാര്യത്തിൽ അല്ലേ? ആണോ? ഞാനന്ന് ഉണ്ടായില്ല, ഞാൻ പറഞ്ഞല്ലേ സുഖമില്ലാതെ. ഓക്കെ, അൻവർ ആത്മഹത്യ ചെയ്യോ എന്തോ ആട്ടെ, നമുക്ക് എന്ത്? നമ്മൾ കേരളത്തിലോ മലപ്പുറത്തുള്ളവർക്കോ നിലമ്പൂരുകാർക്കോ ഒന്നും സംഭവിക്കാനില്ല. ഇയാൾ കറിവേപ്പിലായത് നമുക്കെന്ത്? എനിക്ക് സാർ ഒന്ന് പറഞ്ഞു, എനിക്ക് രാഷ്ട്രീയം അറിഞ്ഞൂടെ. ഇയാൾ എന്തിനാണ് LDF എന്ന് പുറത്തു പോയത്? ഇയാൾ എങ്ങനെയാണ് LDFിലേക്ക് വന്നത്? ഒന്ന് വിശദീകരിച്ചു തരാൻ പറ്റുമോ? അല്ല, ഞാനല്ല വിശദീകരിക്കേണ്ടത്, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളല്ലേ എനിക്കറിയുള്ളൂ. അല്ലാതെ ഇയാളായിരുന്നു. ഇയാൾ നേരത്തെ പറഞ്ഞ മലപ്പുറത്ത് നിന്ന് പറഞ്ഞ, ഞാൻ ആദ്യം പറയട്ടെ, ഞാൻ LDF ആണ്, CPM-കാരനാണ്, അതാണ് നിൽക്കട്ടെ. ഇയാളെ 2 ടേം മത്സരിപ്പിച്ച് ഇത്രയും കൊണ്ടുവരുന്ന ആളെ അതെനിക്ക് സത്യത്തിൽ ഞാൻ നിസ്സായനാണ്. നമ്മളൊന്നും പറയുന്ന മാതിരില്ല. ഇപ്പൊ സ്വരാജിന്റെ കാര്യത്തിൽ എനിക്ക് അഭിപ്രായമില്ല. കാരണം ഞാൻ അയ്യപ്പ ഭക്തനാണ്. സ്വരാജ് അയ്യപ്പനെ കണ്ടമാനം പറഞ്ഞു ഓർക്കുന്നില്ലേ? കഴിഞ്ഞ പ്രളയത്തില് കല്യാണമൊക്കെ കഴിഞ്ഞതല്ല പറഞ്ഞ അയ്യപ്പന്റെ. അതിപ്പോ എന്റെ സാറില്ല, എന്റെ കയ്യിൽ ഒതുങ്ങുന്നല്ല. ഞാൻ പറയട്ടെ, കാര്യത്തിൽ പറയാം. അതായത് ഈ അൻവർ ഉണ്ടല്ലോ, ഈ അൻവർ ഇപ്പൊ നിങ്ങൾ നോക്കൂ, അൻവർ എന്തിനാണ് നമ്മളെ ഈ UDF LDF പോയത്? വളരെ എന്താ നിസ്സാരകാര്യം. അയാൾ എന്തോ കാര്യം നടക്കാത്തത് കൊണ്ടാണ് അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇന്ന് രാവിലെ ഞാൻ ട്രെയിനിലാണ്, കാസർഗോഡ് നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ട്രെയിനിലാണ് അയാളെ ഈ പ്രസ് മീറ്റിംഗ് കണ്ടത്. അദ്ദേഹം പറയാണ്, ഞാൻ ഇനി ഇല്ല നേതാക്കന്മാരെ വിളിക്കേണ്ട, ഞാൻ ഇനി മത്സര രംഗത്തെ ഇല്ലാന്ന്. ഇപ്പൊ അയാൾ പറയുന്നു ഓട്ടോറിക്ഷക്കാരും റബ്ബർ വെട്ടുകാരനും ഒക്കെ പൈസ കൊടുക്കാന്നുള്ളത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അൻവറിന്റെ അടുത്ത് 10,000 രൂപ എടുക്കാനില്ല എന്നുള്ളത്? പിന്നെ വിഡ്ഢികളാക്കുക. അപ്പൊ ഇന്ന് വൈകുന്നേരം ആയപ്പോ ഓട്ടോറിക്ഷക്കാരും റബ്ബർ വെട്ടുകാരനും പൈസ കൊടുക്കാൻ തയ്യാറായി. അയാളിപ്പോ മത്സരിക്കും, ഉറപ്പാണ് അയാൾ മത്സരിക്കും. അത് വേറെ ട്രിക്ക്, നമുക്കറിയാലോ എന്തിനാണ് അയാൾ വില പേശുന്നത്. അയാളെ പോലല്ലേ പിന്തിരിപ്പന്മാരെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് ഞാൻ LDFന്, ഞാൻ എന്റെ പാർട്ടിനെ, ഞാൻ എന്റെ എന്താ പറയുക എതിർപ്പ് ഞാൻ ഇവിടെ മീറ്റിംഗിൽ പറഞ്ഞു കഴിഞ്ഞാണ്. ഇങ്ങനത്തെ ആളുകൾ കൊണ്ടുവരുന്നത് അവരുടെ അടുത്ത് പൈസ കൊണ്ട് എന്തും ചെയ്യാന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ പാർട്ടിക്ക് മനസ്സിലായി അയാളെ ഇനി വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല. ഞാൻ ഓർക്കട്ടെ, ഞാൻ മഹാനായ ഇയാൾ അറിയാലോ, മഹാൻ എന്ന് പറയുന്നത് ക്ഷമിക്കണം കേട്ടോ. അതായത് മഞ്ഞളാങ്കു അലി എന്തിനാണ് പുറത്താക്കിയത് പാർട്ടിയിൽ നിന്ന്? അയാൾ ബിസിനസ്സുകാരനാണെന്ന് പറഞ്ഞിട്ടാ പുറത്താക്കി, ഓർക്കുന്നില്ലേ? ശരിയല്ലേ? പിണറായി വിജയൻ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറഞ്ഞു ഓർക്കുന്നുണ്ട് ഞാൻ, അയാൾ ബിസിനസ്സുകാരനല്ലേന്ന്. അയാൾ എന്തുവാട്ടെ, അത് ബാക്കി ഞാൻ പറയുന്നില്ല, എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ അതുപോലെ നോക്കൂ, നമ്മളെ ഈ അബ്ദുള്ള കുട്ടി ഇവിടെ ഹജ്ജ് ചെയ്തെന്നും നിസ്കരിച്ചെന്നും പറഞ്ഞ കാര്യത്തിൽ പുറത്താക്കിയെങ്കിൽ അല്ല, അത് മാത്രമല്ല അബ്ദുള്ള കുട്ടി മോദി സ്തുതി നടത്തി, അത് പാർട്ടിക്ക് വെച്ച് പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇവിടെ തെരഞ്ഞെടുത്ത് ഇയാൾ ആഫ്രിക്കയിൽ പോയി കച്ചവടം ചെയ്യാൻ പോയില്ലേ? അതിനൊരു പരാതി ഇല്ലായിരുന്നു? സാർ പറയൂ. അല്ല, ഞാനെന്ത് പറയാനാണ്? ഇത് അൻവർ പറയണ്ടേ? ഞാൻ അൻവറിന്റെ വക്താവ്. അതാ ഞാൻ പറഞ്ഞത്. അതായത് നിങ്ങൾ വേറൊരു കാര്യം, നമ്മൾ ഈ വിലപ്പെട്ട 18 ഞാൻ എപ്പോഴും കാണുന്ന എല്ലാ ചാനലും കാണുന്നതാണ്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ ഈ അൻവറിന്റെ കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ടുണ്ട്. അൻവർ ഒന്നും അല്ലാന്ന്. ശരി,
ഓക്കെ, അപ്പോൾ ശ്രീ മധു വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് വ്യക്തമാക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ശ്രീ അജയ്കുമാർ ചങ്ങനാശ്ശേരി കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അജയ്കുമാർ, ദയവായി ക്ഷമിക്കണം, രണ്ട് ആളുകൾ നമ്മുടെ മുമ്പ് സംസാരിച്ച 2 പേർ, അവർക്ക് ഈ കാര്യം വളരെ ഗഹനത്തിൽ അവർ ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് കുറേ സമയം അനുവദിക്കേണ്ടി വന്നത്. ശ്രീ അജയ്കുമാറും ഈ കാര്യം കൂടുതൽ നിരീക്ഷിക്കുന്ന ഒരാളാണെന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങ് എന്ത് കരുതുന്നു? ഇവിടെ കറിവേപ്പിലയാക്കപ്പെട്ടോ അൻവർ? കാരണം LDF അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നു, UDFും കുറേ പിണറായി വിജയനെ ചീത്ത വിളിക്കുന്നു, അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ആക്രമിക്കുന്നു. പക്ഷേ കാര്യത്തോടടുക്കുമ്പോൾ അപ്പോഴൊക്കെ പ്രോത്സാഹനം കൊടുത്ത് കാര്യത്തോടടുക്കുമ്പോൾ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല. അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായെങ്കിൽ അതിൽ തെറ്റുണ്ടോ ശ്രീ അജയ്കുമാർ? എനിക്ക് തോന്നുന്നു അജയ്കുമാറിൻ്റെ ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഹെനൻ എന്നോട് പറയുന്നു, എനിക്ക് തോന്നുന്നു ശ്രീ അജയ്കുമാറിന് കുറച്ച് നേരം കാത്തു നിൽക്കേണ്ടി വന്നു കാണും, അതുകൊണ്ട് ഫോൺ കട്ടായി പോയത്. ഓക്കെ, സാരമില്ല. ഏതായാലും അജയ്കുമാർ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, നമുക്ക് അദ്ദേഹത്തെ അടുത്ത ദിവസവും വിളിക്കാം. ശ്രീ ദാസൻ കണ്ണൂരിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ദാസൻ, നമസ്കാരം. ശ്രീ ദാസൻ, അവിടെ എങ്ങനെ കണ്ണൂർ അങ്ങ് ഈ ശ്രീകണ്ഠാപുരത്താണല്ലോ, അവിടെ മഴയൊക്കെ എങ്ങനെയുണ്ട്? നല്ല മഴയാവുന്നു. എന്റെ വീടിന് മുമ്പില് ഇപ്പൊ ശ്രീകണ്ഠാപുരം നടുവ് റോഡ് മൊത്തം ബ്ലോക്കാ. അപ്പൊ വണ്ടികളൊന്നും പോകാൻ പറ്റുന്നില്ല അല്ലേ? റോഡ് ബ്ലോക്ക് ആയിട്ടുണ്ട്, വണ്ടി പോകുന്നില്ല. അപ്പൊ എങ്ങനെയാ, ആളുകളൊക്കെ വലിയ പ്രയാസത്തിലാണോ? വലിയ പ്രയാസമാണ്, നമുക്ക് വലിയ അനുഭവിക്കുക. നമുക്ക് സ്വന്തം വണ്ടിയൊന്നുമില്ല, അതുകൊണ്ട് വലിയ പ്രയാസമാണ്. മനുവിനെ പറ്റി ക്ഷീണം പറ്റിപ്പോയാ പനി പിടിച്ചു പോയി, അതിന് ഒരു 2 ദിവസം. ഏതായാലും പക്ഷെ നിങ്ങളൊക്കെ നമുക്ക് പിന്തുണ ക്ഷീണമില്ല, എങ്കിലും പനി കൊണ്ടൊരു ചെറിയ വയ്യായ്മ. ഓക്കെ, വയസ്സായി. അപ്പൊ നമ്മളെ അൻവറിന്റെ കാര്യമില്ലേ, അൻവർ തീർത്തും ബേസ്റ്റ്. കാരണം എനിക്ക് അയാളുടെ എന്റെ വെറുപ്പമായിട്ടത് മാധ്യമങ്ങൾക്ക് അയാൾ എപ്പോഴും തടയിടുക. കാരണം ഈ മാധ്യമങ്ങള് ഈ തടഞ്ഞാല് നമുക്ക് അറിയാനുള്ള അവകാശം തടയപ്പെടുക. അത് തന്നെ എന്റെ പ്രശ്നം. മാധ്യമങ്ങൾ തടഞ്ഞാല് നമുക്ക് സാധാരണക്കാരനെ അറിയാനുള്ള അവകാശം തടയപ്പെടുക. അത് തന്നെ ഇയാൾ ഏറ്റവും വ്യക്തികളോടൊക്കെ വെറുപ്പായാണ്. ഇയാൾ ഇപ്പൊ കുറച്ച് ഒതുങ്ങിയിട്ടും തോന്നി. ഇയാൾ ഇങ്ങനെ നോക്കുക, ഇയാൾ മുഖഭാവം നോക്കുക, ഇയാൾ ആരെങ്കിലും നല്ലൊരു മാന്യമായിട്ടൊരു മുഖഭാവം എപ്പോ അല്ലാതെ കടിച്ചു കയറുന്ന പോലെ ഇയാൾ ആരാ വകുപ്പോ? ഇയാൾ പണ്ട് പൈസക്കാരനോ ഉപ്പാന്റെ ഉപ്പയുടെ പൈസക്കാരനായിട്ട് കാര്യമുണ്ട്, നാട്ടുകാർ വകുപ്പോ? ഇയാൾ ആദ്യമായിട്ട് നോക്കണം, ഇയാൾ സ്വഭാവം നോക്കണം. 2 തവണ ജയിച്ചു കേട്ടോ, അതൊരു നമ്മൾ സമ്മതിക്കണ്ടേ. 2 തവണ അനുകൂലമല്ലാത്തൊരു മണ്ഡലത്തിൽ എത്രയോ കാലം ആര്യാടന്റെ കുത്തകയായിരുന്ന മണ്ഡലം പിടിച്ചെടുത്തു. അല്ല, അനക്കും എസ്മാനും കൂടിയിട്ട് ശമ്പളം 105, 100 എസ്മാനും 5 അനക്കും. ഇതെന്ത് ഇയാള് വെറും വേസ്റ്റ്. ഇയാളെ നമ്മൾ ചിന്തിക്കണ്ടേ. ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് ഇയാളെ രാഷ്ട്രീയത്തിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. ഇയാളെ പോയിട്ട് ആൾക്ക് അയാളെ മുഖഭാവം നോക്ക്. ഇയാൾ എല്ലാവരും കടിച്ചു കൊല്ലുന്ന പോലെ ഇയാളെ വീട്ടിലെ ഭാര്യ മക്കളെല്ലാം അങ്ങനെ ഉണ്ടാവുക. അതുപോലെ പൂർണ്ണമായിട്ടും ഇയാളെ പൂർണ്ണമായിട്ട് രാഷ്ട്രീയത്തിൽ ഒഴിവാക്കണം. ഇയാൾ ആരും UDF എടുക്കണം, LDF ഒക്കെ ഇയാളെ PSC ചോറിനൊക്കെ കഷ്ടമായിട്ട് ഒഴിവാക്കണം. ഒന്നും സമയം കളയുന്നില്ല. ശരി, വ്യക്തമാണ്. അപ്പോൾ ഏതായാലും മഴയൊക്കെ ആയതുകൊണ്ട് അവിടെ സൂക്ഷിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മഴ കാരണം ഏതായാലും ശ്രീ ദാസിന് വാഹനമൊന്നും ഇല്ലാത്തതുകൊണ്ട് വാഹന ഗതാഗത കുരുക്കിൽ പെടാൻ വഴിയില്ല. ശരി, ഓക്കെ, സന്തോഷം. അപ്പോൾ വാഹനം ഇല്ലാത്തതിൽ സന്തോഷം എന്നല്ല, പ്രശ്നങ്ങളിൽ പെടാത്തതിൽ സന്തോഷം. ഓക്കെ, അപ്പോൾ എന്നോട് നമ്മുടെ ഹെനൻ പറയുന്നു, ഹലോ സാർ, ഹൗ ആർ യു എന്ന് ചോദിക്കുന്നു. ഹലോ ഹെനൻ, ഐ ആം വെരി വെൽ. ഞാൻ ചെറിയ ദിവസം വാസ് സിക്ക് ആൻഡ് ബെഡ് റിഡൻ, പക്ഷേ നൗ ഐ ആം ഓൾ ദ മോർ പെർഫെക്റ്റ്. സോ താങ്ക്സ് ഫോർ ആസ്കിങ് ഹെനൻ ഹരിദാസ്. ഓക്കെ, ശിവൻകുട്ടി CR പറയുന്നു, കോൺഗ്രസ്സുകാർ ഇവിടെ മത്സരിച്ചാലും നല്ല കാര്യം, അവർ അൻവർ മത്സരിച്ചാലും നല്ല കാര്യം അല്ല, അവർക്ക് കേട്ടറിയാവുന്നവർക്ക് ഇതെന്ത് രാഷ്ട്രീയമാണ്. ഓക്കെ, ദിലീപ് കുമാർ എന്നോട് പറയുന്നു, മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി ആക്രമിക്കാനുള്ള വേദി ആക്കരുത്, പൊതുവേദി എന്ന് വിളിക്കുന്നവരോട് പറയണം എന്നാണ്. കോൺഗ്രസിൻ്റെ ഒരു ബൂത്ത് സെക്രട്ടറി ഉമ്മർ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എന്നാണ്, അപ്പോൾ ഞാൻ ഇടപെട്ടില്ല എന്നാണ് ദിലീപ് കുമാർ പറയുന്നത്. ഓക്കെ, അത് അങ്ങയുടെ ഇത് ഞാൻ അംഗീകരിക്കുന്നു. നമ്മൾ ആളുകളെ പൊതുവേ ഞാനും ആ നിലപാടുകാരനാണ്, കുറേ കൂടി മാന്യമായി അഭിസംബോധന ചെയ്യുക എന്നുള്ളതാണ് ശരിയായ രീതി. അപ്പോൾ കാരണം ഈ മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും അത് വലിയൊരു വിഭാഗം ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യ രാജ്യം സ്നേഹിക്കുന്ന ആളുകളാണ്, അവരെ ജനാധിപത്യ രീതിയിലൂടെ തിരഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അവർക്ക് ആ ഒരു മര്യാദ പൊതുവേദിയിൽ കൊടുക്കുന്നത് നല്ലതാണ് എന്നാണ് എൻ്റെയും അഭിപ്രായം. അൻവർ മത്സരിക്കാൻ പൈസ ഇല്ലെങ്കിൽ ആവശ്യമുള്ള പൈസ ഞാൻ തരാം എന്ന് ഒരാൾ പറയും, നമ്മുടെ ജയകുമാറാണ് പറയുന്നത്, പൈസ പിന്നെ തന്നാൽ മതി. അപ്പോൾ നമ്മുടെ പൊതുവേദി പ്രേക്ഷകർ
അൻവർ മത്സരിക്കാൻ പൈസയൊക്കെ കൊടുക്കാൻ ശരി, അപ്പോൾ ഒക്കെ തയ്യാറാണ്. അപ്പോൾ ഹെനൻ എന്നോട് പറയുന്നത്, സർ അറ്റ് ദി എൻഡ് ഓഫ് ദിസ് പ്രോഗ്രാം ഐ വോണ്ട് ടു ഹിയർ യുവർ പേഴ്സണൽ ഒപ്പീനിയൻ എന്നാണ് പറയുന്നത്. ഇപ്പോൾ അതിനൊരു സമയമായിട്ടില്ല. ഇറ്റ് മീൻസ് ബി ടു ഏർലി ടു കമൻറ്റ് ഓൺ നിലമ്പൂർ റൈറ്റ് നൗ. ഞാൻ അങ്ങോട്ടൊക്കെ ഒന്ന് ചെന്ന് അവിടുത്തെ സാഹചര്യം കുറേ കൂടി മനസ്സിലാക്കി, പ്രത്യേകിച്ച് ഈ പൊതുവേദിയിൽ വരുന്ന പ്രേക്ഷകരിൽ നിന്നൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഞാനൊരു കൃത്യം ഉത്തരം പറയാം. കാരണം ഇപ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് ടു ഏർലി. ഓക്കെ, അപ്പോൾ ഉണ്ണിയും സെയിം ടൈം ദി പുട്ട് ഉണ്ണി മുകുന്ദൻസ് പ്രസ് മീറ്റ് ലൈവ് വൈ എന്ന് ചോദിക്കുന്നു എന്നോട്. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. ചന്ദ്രൻ നായർ, ശ്രീ ചന്ദ്രൻ നായർ. സാർ, മനു സാറിന്റെയും കിരൺ സാറിന്റെ രാഷ്ട്രീയം ഏതായാലും ജനങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിലേക്ക് വരണം. കേട്ടോ സാർ? എന്താണെന്ന് അവർ കണ്ടുപിടിച്ച് കഴിഞ്ഞു. മാത്രമല്ല ബെറ്റ് വയ്ക്കുന്നു. അതുകൂടാതെ തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവര് ഈ സാറിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തിൽ ബെറ്റ് വെച്ചു. സാർ ഏതായാലും എന്ന് വെച്ചാൽ സമയം കളയുന്നില്ല സാർ. എന്റെ ഒരു അഭിപ്രായം സാർ, 10 മാസയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരാളിനെ തെരഞ്ഞെടുക്കുമ്പോൾ പൊതുഖജനാവിൽ നിന്നും എത്ര ലക്ഷം രൂപ, പൊതുജനങ്ങളിൽ നിന്ന് എത്ര ലക്ഷം രൂപ ചെലവാകുന്നു സാർ? ഇതിന്റെ ആവശ്യമുണ്ടോ സാർ? ഒരു വർഷത്തേക്കെങ്കിലും ഉള്ള കേസുകൾ ഇപ്പൊ ഞാൻ പറഞ്ഞ, ഒരു ജില്ലയിൽ കളക്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ജില്ലയിൽ കളക്ടറെ ചുമതലയേൽപ്പിക്കുന്നില്ലേ? അൻവർ അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് ആ ജില്ലയിൽ എന്തെങ്കിലും സംഭവിച്ചോ സാർ? സാറിന്റെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു കാര്യമില്ല ഈ ചോദ്യത്തിനെങ്കിലും എന്റെ മനസ്സിലുള്ളത് ചോദിച്ചു എന്ന് മാത്രം. അല്ല, സ്വാഭാവികമാണ്. പക്ഷേ 6 മാസത്തിൽ കൂടുതൽ സമയമുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് നമ്മുടെ നിയമം അനുശാസിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ അത് പരിശോധിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. 6 മാസം വരെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അതിൽ കൂടുതലാകുമ്പോൾ ആളുകൾക്കൊരു MLA വേണ്ടേ? കോടിക്കണക്കിന് രൂപ നമ്മുടെ ഈ അതല്ല, അങ്ങ് വിചാരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് അനാവശ്യ കാര്യമായിരുന്നു. 2016 ഒരു തെരഞ്ഞെടുപ്പ് വരാനിരിക്കുമ്പോൾ ഇപ്പോൾ 2016 അതെ സാർ. അപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന്റെ ആവശ്യമില്ല എന്നായിരുന്നു അങ്ങയുടെ അഭിപ്രായം. അപ്പോൾ അങ്ങ് പറയുന്നത് ഞാൻ UDF കാരനാണെന്നാണ് പറയുന്നത് അല്ലേ? അതല്ല, ഞാൻ സാർ എന്താന്ന് വെച്ചാൽ ഭാവിയിലേക്ക് സാറിന് ഭാവി ഉണ്ടെന്ന് പറഞ്ഞതാണ്. രാഷ്ട്രീയത്തിൽ അല്ലേ? രാഷ്ട്രീയത്തില്. അതുപോലെ തന്നെ കിരൺ സാറിന്റെ രാഷ്ട്രീയം കണ്ടുപിടിച്ചാണല്ലോ പറയുന്നത്. ശരി. ഒരു രക്ഷയില്ല സാർ. ഏതായാലും ഈ പൊതുവേദി എങ്ങനെയെങ്കിലും നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരി, വ്യക്തമാണ്. ഏതായാലും അത് തന്നെ നമുക്ക് എന്തായാലും പൊതുവേദി ശക്തമായ നിലപാടുകളുമായി പൊതുവേദി ഉണ്ടാകും. നമുക്ക് അതിൽ കൂടുതൽ പ്രതികരണങ്ങളും നടത്തേണ്ടതുണ്ട്. അപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി M സ്വരാജ് ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയത് നമ്മൾ കണ്ടു. ആവേശോജ്വലമായ സ്വീകരണമൊക്കെ സ്വരാജിന് കിട്ടി. അങ്ങനെ തൻ്റെ മണ്ഡലത്തിലെത്തുമ്പോൾ സ്വരാജിന് വലിയ പിന്തുണയാണ് ജനങ്ങൾ അവിടെ നൽകുകയൊക്കെ ചെയ്തത്. അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്നവരും സ്നേഹിക്കുന്നവരും അവിടെ പതാകയുമായി എത്തി. മാത്രവുമല്ല, പാർട്ടി പ്രവർത്തകർ സ്വീകരിച്ചു. റെയിൽവേ സ്റ്റേഷനിലെത്തിയ സ്വരാജിന് വാദ്യമേളങ്ങൾ ഒക്കെ നൽകി അകമ്പടിയോടുകൂടിയാണ് പ്രവർത്തകർ സ്വീകരിച്ചിരുന്നത്. അപ്പോൾ പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ്റെ നേതൃത്വത്തിൽ ഒക്കെ ആയിരുന്നു സ്വീകരണം സംഘടിപ്പിച്ചതെന്നാണ് മനസ്സിലാകുന്നത്. സ്വരാജ് CPIM നിലമ്പൂർ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പിന്നെ പോയി. അങ്ങനെ പിന്നീട് വരണാധികാരികൾക്ക് മുമ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനൊക്കെ ഉള്ള നീക്കം നടത്തുകയും ചെയ്തു. ഓക്കെ, ഏതായാലും സ്വരാജിൻ്റെ റോഡ് ഷോകൾ ഇങ്ങനെ ഇനി വൈകുന്നേരത്തൊക്കെ ഉണ്ട്. മരുത, പോത്തുകൽ, ചുങ്കത്തറ അങ്ങനെയൊക്കെയുള്ള പ്രചരണ പരിപാടികൾ ഒക്കെ നടത്തിയാണ് ഇന്ന് റോഡ് ഷോ അവസാനിക്കുക എന്നാണ് സ്വരാജ് പറയുന്നത്. പുതുപ്പള്ളിയിൽ അതേസമയം ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ ചെന്ന് അനുഗ്രഹം തേടിയാണ് UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് എത്തിയത്. PV അൻവർ MLA രാജിവെച്ചതിനെ തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ തൻ്റെ സാധ്യത പരിശോധിക്കുകയാണ് ഇവിടെ ആര്യടൻ ഷൗക്കത്ത്. ഏതായാലും വാശിയേറിയ ഒരു പ്രകടനം അവിടെ രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികം ശ്രീ തങ്കച്ചൻ മോമയിൽ നിന്ന് വിളിക്കുകയാണ്. ശ്രീ തങ്കച്ചൻ ക്ഷമിക്കണം, ഞാൻ മറ്റൊരു തങ്കച്ചൻ നേരത്തെ സംസാരിച്ചല്ലോ, അപ്പോൾ തങ്കച്ചൻ എടുത്തു കഴിഞ്ഞു എന്നുള്ള ഞാൻ വിചാരിച്ചു. ഓക്കെ, ശ്രീ തങ്കച്ചൻ അങ്ങ് മൊഹമയിൽ നിന്നാണ്, നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ആ സ്ഥലപ്പേര് ഞാൻ കണ്ടില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അങ്ങ് വളരെ സസൂക്ഷ്മം രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരാളാണ്, നമ്മളത് പലതവണ ചർച്ച ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ നിലമ്പൂരിൽ അങ്ങ് എന്താണ് ഉറ്റുനോക്കുന്നത്? നിലമ്പൂരിൽ ഒരു വിളിച്ചു വരുത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ്, അതിനകത്തൊരു തർക്കവും ഇല്ല. പക്ഷേ ഉമ്മറിനെ പോലുള്ളവര് പ്രതികരിക്കുമ്പോഴേ മുഖ്യമന്ത്രിയുടെ കൊള്ളരുതായ്മ എന്നുള്ളൊരു വാക്ക് വരുമ്പോൾ സാർ അതൊരു തിരുത്തു കൊടുക്കേണ്ടതാണ്. കാരണം അതിനോട് നമ്മൾ ജോയിക്കാൻ പറ്റത്തില്ല സാർ. കൊള്ളരുതായ്മ എന്നുള്ളത് ഒരു മോശം വാക്കാണോ?
തീർച്ചയായിട്ടും മോശം പദം തന്നെയാണ് സാറേ, നമുക്ക് അംഗീകരിക്കാൻ പറ്റിയാത്തൊരു പദം തന്നെയാണ്. അല്ല, നിയമസഭയിലൊക്കെ പറയുന്ന വാക്കല്ലേ അവരുടെ കൊള്ളരുതായ്മ കൊണ്ടാണ് അത് സംഭവിച്ചത് എന്നൊക്കെ. നിയമസഭ പാർലമെന്ററി അല്ലേ സാറേ? സ്വരാജ് മത്സരിക്കുന്നത് സ്വന്തം നാട്ടിലാ. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും എവിടെ മത്സരിക്കുന്നത്? കണ്ണൂരുകാരനായ KC വേണുഗോപാലിന് കണ്ണൂർ മത്സരിക്കാൻ നട്ടല്ലില്ലാത്ത കൊണ്ടല്ലേ ആലപ്പുഴയിൽ മത്സരിക്കുന്നത്? കണ്ണൂരാണ് കോൺഗ്രസ് തന്നെയല്ലേ ജയിച്ചത്. ഉമ്മറിനെ പോലുള്ള വിവരം കേട്ടവൻ ഇത് മനസ്സിലാക്കണ്ടേ? അല്ല, പക്ഷെ അത് അങ്ങിപ്പോ ഉപയോഗിച്ച വാക്ക് ശരിയാണോ? ഉമ്മറിനുള്ള മറുപടിയാണ് സാർ, ഉമ്മറിയാണ്. അല്ല, അത് ശരിയല്ല. അല്ല, അങ്ങനെയല്ല. നമ്മളിപ്പോ ഒരു പ്രേക്ഷകനോരോട് മറുപടി പറയുമ്പോൾ സഭ്യമായ ഭാഷാരീതി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുന്ന അങ്ങ് തന്നെ അത് ലംഘിക്കുന്നത് ശരിയാണോ? അല്ല, ഞാൻ അങ്ങനെ പ്രതികരിക്കുന്നവരല്ലായിരുന്നു. പക്ഷെ ഉമ്മറിനെ പോലുള്ള ഈ കണ്ണിന് കണ്ണ് എന്ന പ്രയോഗം ലോകത്തെ മുഴുവൻ അന്ധനാക്കാനേ സഹായിക്കുള്ളൂ ശ്രീ തങ്കച്ചൻ. നമുക്ക് സഭ്യതയുടെ വാക്കുകൾ ഉപയോഗിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ അത് മാതൃകയായിക്കൊണ്ടാണ് അത് ചെയ്യേണ്ടത്. അപ്പൊ എന്നെ ആളുകൾ എന്തൊക്കെ പറയുന്നു, ഞാൻ അസഭ്യമായ ഒരു വാക്കും തിരിച്ചു പറയുന്നില്ലല്ലോ. അതെനിക്കറിയാം. അത് ഞാൻ പറഞ്ഞു, അങ്ങ് പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്, അങ്ങ് വളരെയധികം രാഷ്ട്രീയ കാര്യങ്ങളിൽ പ്രതികരിക്കുന്ന ഒരാളാണ്. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ അങ്ങയോടുള്ള ഇന്ന് വരെ എങ്ങനെ ഒരു പ്രയോഗം കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാനും ഞെട്ടിപ്പോയത്. അത് എടുത്തെടുത്ത് പറഞ്ഞു, മുഖ്യമന്ത്രി എടുത്തെടുത്ത് പറയുന്ന ഒരു ശൈലി അത് ശരിയാകില്ല. കാരണം അത് ഓട് പൊളിച്ച് വന്നതല്ലെന്ന് പിണറായി വിജയൻ. പിണറായി വിജയനെ ജനം തെരഞ്ഞെടുത്തത് തന്നെയാണ്, ഓട് പൊളിച്ച് വന്നതല്ല. അല്ല, അതുകൊണ്ട് അദ്ദേഹത്തെ വിമർശിക്കരുത് എന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ? വിമർശനങ്ങൾ ഏറ്റുവാങ്ങാൻ അദ്ദേഹവും തയ്യാറാണല്ലോ. തീർച്ചയായിട്ടും വിമർശിക്കാം. PV അൻവറിനെ ഇപ്പം ഉമ്മർ കുറ്റം പറഞ്ഞല്ലോ. PV അൻവറിന്റെ പുറകെ ഇപ്പോഴും നടക്കുകയാണെന്ന്. PV അൻവറിന്റെ പുറകെ ഇപ്പോഴും UDFന്റെ നേതാക്കന്മാർ നടക്കുകയാണ്. എന്നിട്ട് പറഞ്ഞ വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്നാ പറയണം. എന്നാൽ ഈ ഉമ്മർ പറയാൻ വരെ PV അൻവറിനെ വേണ്ട, ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, ഒരു കാരണവശാലും UDFന്റെ നേതാക്കന്മാർ അങ്ങോട്ട് പോകരുതെന്ന് പറയാൻ വരെ ഇപ്പോഴും TV പറഞ്ഞിട്ടിരിക്കണത്, അടൂർ പ്രകാശ് പറഞ്ഞിട്ടിരിക്കണത് ഇപ്പോഴും അൻവറിന് വേണ്ടി ഞങ്ങൾ വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്നാ. എന്തിനാ അൻവറിനെ കൂട്ടുപിടിക്കുന്നത്? പാവത്തെ പറഞ്ഞു പറ്റിക്കുകയാണെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. നേരിട്ട് മത്സരിക്കണമെന്ന് CPM-ഉമായിട്ട് നേരിട്ട് മത്സരിക്കണം നട്ടലുണ്ടെങ്കിൽ അൻവറിന്റെ പുറകെ എന്തിനാ പോകുന്നത്? അല്ല, അത് നട്ടലിന്റെ ഒരു പ്രശ്നമല്ലല്ലോ, രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള ഒരു മത്സരമാണെന്നല്ലേ അവർ പറയുന്നത്. അപ്പൊ ആ ഒരു ആശയത്തിനെ എതിർക്കുന്നവരെല്ലാം മറുവശത്ത് നിന്ന് മത്സരിക്കണമെന്നാണ് അവർ പറയുന്നത്. അൻവറിന്റെ പുറകെ നടക്കുന്നത് എന്തിന്? അതൊരു തെരഞ്ഞെടുപ്പല്ലേ. ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ സരിൻ പാലക്കാടുകാരനായിരുന്നു, അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിച്ചില്ലേ, അവിടെ മത്സരിച്ചില്ലേ? അതിലെന്ത് തെറ്റ്? സരിൻ ആർജവത്തോടുകൂടി ഇടതുപക്ഷത്തിലേക്ക് വന്നു, ഇടതുപക്ഷം ആർജവത്തോടുകൂടി സ്വീകരിച്ചു, CPM സ്വീകരിച്ചു, സ്ഥാനാർത്ഥിത്വം കൊടുത്തു. അൻവർ വന്നില്ല, കോൺഗ്രസിലേക്ക് വരണ്ടേ? അൻവർ അങ്ങനെ വരുന്നില്ലല്ലോ. അൻവറിന്റെ പുറകെ നടക്കല്ലേ. ഞങ്ങൾ സരിന്റെ പുറകെ നടന്നില്ല, സരിൻ ഞങ്ങളുടെ കൂടെ വന്നു, ഞങ്ങൾ സീറ്റ് കൊടുത്തു, മത്സരിപ്പിച്ചു. ഇത് അൻവറിന്റെ പുറകെ നടക്കല്ലേ? അല്ല, അതൊരു ചർച്ചയല്ലേ, അതൊരു മുന്നണിയാകുമ്പോൾ. കാരണം സരിൻ എന്നത് ഒരു പാർട്ടിയിലേക്കാണ് വരുന്നത്, അസ്വാഭാവികമായ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യുന്നു. ഒരു മുന്നണിയിലേക്ക് വരുമ്പോൾ പാർട്ടികൾ തമ്മിലുള്ള ഒരു ചർച്ച വേണ്ടേ? അപ്പോൾ അതിന് ചില ഒരുപാട് കടമ്പകളില്ലേ? സാറേ, ഈ VD സതീശൻ എടുത്ത നിലപാടുകളാണ് അൻവറിനെ ചൊടിപ്പിച്ചത്. അൻവർ ഇതിന്റെ പ്രശ്നങ്ങളും അൻവറിനെ LDF-ൽ നിന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി കൊണ്ടുവന്നതും ഈ സതീശനാണ്. അൻവറിനെ മോശമാക്കി ഇപ്പൊ ചിത്രീകരിച്ച് പുറത്താക്കിയതും സതീശനാണ്. ഒരു സംശയമില്ല, അവിടെ സ്വരാജ് വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും. അപ്പൊ നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 23-ാം തീയതി കഴിയുമ്പോൾ തങ്കച്ചൻ ഈ പൊതുവേദിയിലേക്ക് വിളിക്കണം. അപ്പോൾ രണ്ടുപേർ എന്നോട് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ഷാനൂരാണ്, ഷിനോയാണ്, ബിനോയ് ഷാനൂരാണ് പറഞ്ഞത്. അപ്പോൾ ബിനോയ് എന്നോട് പറഞ്ഞത് 20,000 വോട്ടിന് UDF ജയിക്കുമെന്നാണ്. തങ്കച്ചൻ പറയുന്നത് LDF ജയിക്കുമെന്നാണ്. അപ്പോൾ നമുക്ക് ഈ പൊതുവേദിയിലെ പ്രേക്ഷകരിൽ ആര് ജയിക്കും എന്ന് നമുക്ക് നോക്കാം. ശ്രീ രാജൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. ശ്രീ രാജൻ. സാറേ, ഇവര് രണ്ടുപേരുമല്ലേ ജയിക്കാൻ പോകുന്നത്? ഞങ്ങളുടെ PV അൻവറാ ജയിക്കാൻ പോകുന്നത്. കാരണം ഞങ്ങളുടെ പാർട്ടി BJP-യോടെ മത്സരിക്കുന്നില്ല. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ സപ്പോർട്ട് കൊടുക്കാൻ പോവാ PV അൻവറിന്. ഒരു 2 ലക്ഷം വോട്ടിന് പുള്ളി അവിടെ ജയിക്കുമെന്നാണ് എന്റെ ഒരു വിചാരം. അപ്പൊ ഞങ്ങൾ ഏതായാലും പുള്ളിക്ക് സപ്പോർട്ട് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്രാവശ്യം പിന്നെ മുസ്ലിം ലീഗിന്റെ കൊടി അവിടെ കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കണം ഉമ്മറിനോട്. കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം പ്രിയങ്കയുടെ സമയത്തും രാഹുലിന്റെ സമയത്തും കൊടി അൻറാറി തിരികെ വെച്ചിരിക്കുകയായിരുന്നു. ഇപ്രാവശ്യം അത് പുറത്തെടുക്കാൻ പറ്റുമോ അവിടെ എന്നുള്ളത് ചോദിക്കണം. എനിക്കൊരു സംശയം ഉണ്ട് ആ കാര്യത്തിൽ.
പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഞങ്ങള് പി വി അൻവറിനെ 2 ലക്ഷം വോട്ടിന് ജയിപ്പിക്കും. ബാക്കിയുള്ളവരെല്ലാം കെട്ടിവെച്ച കാശ് പോവും. അവിടെ 2 ലക്ഷം വോട്ട് ആകെ പോളിംഗ് ആവും, അതാണ് പ്രശ്നം. അത് മുഴുവൻ കിട്ടും. പുള്ളി പോയി 500 രൂപ കൊടുത്ത് ഞങ്ങള് വാങ്ങിക്കും, നോക്കും. ഓക്കെ. യെസ്, ചന്ദ്രൻ നായരുമായി നമ്മൾ നേരത്തെ സംസാരിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലേ ശ്രീ ചന്ദ്രൻ നായർ? യെസ്, അതാണ്. അപ്പോൾ ഏതായാലും അവിടെ തിരഞ്ഞെടുപ്പ് പ്രചരണം വളരെ ശക്തമായി ചൂടുപിടിച്ച് തന്നെ മുന്നോട്ട് പോകുന്നു. യൂട്യൂബിൽ എന്നോടൊപ്പം വീണ്ടും പ്രേക്ഷകരൊക്കെ ചേരുന്നത്. അപ്പോൾ ഈ ഷാജി ഭാസ്കർ എനിക്കൊരു കൈയടി തരുന്നത്, അത് മറ്റൊന്നിനും കൊണ്ടല്ല. ഷാജി ഭാസ്കർ നിരന്തരം ആവശ്യപ്പെടുന്ന ഒരു കാര്യം, അത് അങ്ങേയറ്റത്തെ ശരിയാണ്. കാരണം ഇത് വളരെ സഭ്യമായൊരു ഭാഷ, അത് ആർക്കെതിരെയായാലും, അത് പിണറായി വിജയനെതിരെയായാലും നരേന്ദ്രമോദിക്കെതിരെയായാലും, അത് ഈ പൊതുവേദിയിൽ പങ്കെടുക്കുന്ന ഒരു പ്രേക്ഷകനെതിരെയായാലും ആർക്കെതിരെയായാലും സഭ്യമായ ഭാഷ ഉപയോഗിക്കുക എന്ന ഒരു വലിയ അജണ്ട പൊതുവേദിയിൽ വലിയൊരു വിഭാഗം പ്രേക്ഷകർ ഉന്നയിക്കുന്നു. നമുക്ക് ആളുകളെ വിമർശിക്കാം, എന്നെ വിമർശിക്കാം, ആരെ വേണമെങ്കിലും വിമർശിക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ആളുകളെ അപകീർത്തിപ്പെടുത്തുന്ന, മോശമായി ചിത്രീകരിക്കുന്ന ഒരു തരത്തിലുള്ളൊരു പ്രയോഗവും പൊതുവേദിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട. നമ്മുടെ ഒരു പാർലമെൻറ്റിലുള്ളതുപോലെ നിയമസഭയിലുള്ളതുപോലെ ഒരു സഭ്യമായ ഭാഷാ രീതി കൂടി പൊതുവേദിക്കുണ്ടാകുമ്പോൾ മാത്രമാണ് അതൊരു വലിയ ജനകീയ കൂട്ടായ്മയെ മാറുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഓക്കെ, എനിക്കൊരു പ്രേക്ഷകൻ സുരേന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. നടുവണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്, അല്ലേ സുരേന്ദ്രൻ? അതെ, സുരേന്ദ്രൻ പാലേരി എന്ന് പറയണം സർ. പാലേരി. അതെ, അങ്ങനെയാണോ സുരേന്ദ്രൻ അറിയപ്പെടുന്നത്? അതെ അതെ. എന്താണ് പാലേരിയുമായി ബന്ധം? നാടാണ്, അങ്ങനെയാണ്. ഞാൻ പാടുന്ന ആളാണ്. അത് ശരി. ഓക്കെ, പഠിച്ചാണ് പാലക്കാട്. അത് ശരി. അപ്പോൾ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ശ്രീ സുരേന്ദ്രന് ഈ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം എങ്ങനെയാണ് വ്യക്തമാകുന്നത്? ഓക്കെ സർ. ഓക്കെ. എനിക്ക് തോന്നുന്നത് ശ്രീ സുരേന്ദ്രൻ ടി വിയിൽ ശ്രദ്ധിക്കുന്നത്, അതുകൊണ്ടാണ്. അടുത്ത തവണ ഫോണിൽ തന്നെ സംസാരിച്ചാൽ നമുക്ക് ഇത് നേരിട്ട് സംസാരിക്കാനാകും. എനിക്കൊന്ന് സമയം വളരെ അതിക്രമിച്ചുകൊണ്ടാണ് എനിക്ക് കാത്തു നിൽക്കാൻ കഴിയാത്തത്. കോൺഗ്രസ്സുകാർ വന്ന് പുലഭ്യം പറഞ്ഞതുകൊണ്ട് ഷൗക്കത്ത് ജയിക്കാൻ പോകുന്നില്ല. ഇന്നത്തെ ഹീറോ ആയി അൻവറിനെ സീറോയിൽ നിന്ന് ഹീറോ ആക്കിയത് LDF ആണെന്നും ആരെയും ഹീറോയും സീറോയും ആക്കാൻ കഴിവുള്ളവർ ആണ് ഇവരെന്നും മോൺസാക്ക പറയുന്നു. ഓക്കെ, കാറ്റ്കിറ്റും എല്ലാവരും എനിക്ക് അനുമോദനങ്ങളൊക്കെ, എല്ലാത്തിലും രാഷ്ട്രീയം കാണുന്നതിനെ എതിർക്കുന്നു കാറ്റ്കിറ്റ്. അപ്പോൾ കോൺഗ്രസ്സുകാർ ചോദിച്ചു വാങ്ങിയ സ്ഥാനാർത്ഥിയാണ് LDFൻ്റെത് എന്ന് പറയുന്നു. ഏതായാലും 23-ാം തീയതി കഴിയുമ്പോൾ നമുക്ക് ഈ പ്രേക്ഷകരും ഞാനും ഒക്കെ പറഞ്ഞതിൻ്റെ വീണ്ടും ഒരു അവലോകനം നടത്താം. പൊതുവേദി ഇനിയും അടുത്തുള്ള ദിവസങ്ങളിലും തുടരും. കൂടുതൽ ആളുകൾക്കും പൊതുവേദിയിൽ അവരുടെ ആര് ജയിക്കുമെന്നൊക്കെയുള്ള ഒപ്പീനിയൻസ് പറയാം. അതൊക്കെ എത്ര കണ്ട് ഫലിക്കും എന്ന് നമുക്ക് നോക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് പൊതുവേദി അവസാനിക്കുകയാണ്. നാളെയുണ്ട് പൊതുവേദി, ഞായറാഴ്ചയാണെങ്കിലും. അപ്പോൾ വീണ്ടും കാണാം. ഗുഡ് ബൈ.